മോർണിംഗ് മോളെ. ഇപ്പോഴാ ഹോംവർക്ക് ചെയ്യുന്നല്ലേ? അമ്മേ, എന്താ മോനെ? കാപ്പി ശരിയായോ? വേഗം ശരിയാക്കി തന്നെ. വേഗമായിട്ട്, എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. അവിടെ എവിടെങ്കിലും ഇരുന്ന് പതുക്കെ കഴിക്കുമോളെ. മതിയമ്മേ, അതുകൂടെ എടുത്ത് കഴിക്കേ. വേണ്ട, ഇനി ഒന്നും തിന്നാൻ നടന്ന് അതിന്റെ ശരീരം ക്ഷീണിച്ചു പോന്നു. ഇത് തിന്നിട്ടാണ് ശരീരം നന്നാവേണ്ടത്. രജനി, നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ? ആയി ചേച്ചി. എന്നാ വേഗം പോവാൻ നോക്ക്. അമ്മേ, ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? 55 രൂപയുണ്ട് മോളെ. ഇന്നലെ അല്ലേ അമ്മ ശമ്പളം വാങ്ങി 300 രൂപ അങ്ങനെ തന്നെ കൊണ്ടു തന്നത്? പലചരക്ക് കടയിലെ കടം തീർത്തു, പാൽക്കാരന് കൊടുത്തു, വീട്ടുവാടക കൊടുത്തു, കറണ്ട് ചാർജ് കെട്ടി. മാസം 200 രൂപ ചിലവാക്കിയാൽ പോരെ അമ്മേ? 100 രൂപയെങ്കിലും മിച്ചം വെക്കണ്ടേ? അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കിട്ടുന്നതൊക്കെ ചെലവ്. അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ചെലവാക്കുന്നില്ല മോളെ. നീ അറിഞ്ഞോ, ഈ മാസം മുതൽ വീട്ടുകാരൻ 10 രൂപ വാടകയിൽ കൂട്ടിയിട്ടുണ്ട്. അയാൾ വാടക കൂട്ടി ചോദിച്ചു, ഉടനെ അമ്മ രൂപ എടുത്തു കൊടുത്തു ഇല്ലേ? 25 രൂപയാണ് കൂടുതൽ ചോദിച്ചത്. ഞാനും അപ്പുറത്തെ സരസ്വതി മഴക്കുണ്ടാക്കി. അവസാനം 10 രൂപ കൂടുതൽ കൊടുക്കാമെന്ന് സരസ്വതി സമ്മതിച്ചു. അയാൾ സമ്മതിക്കുകയും ചെയ്തു. അവര് കൊടുക്കുമ്പം നമ്മളും കൊടുക്കണ്ടേ മോളെ? അവർക്ക് കൊടുത്താൽ എന്താണമ്മേ? അവരുടെ മോന് കളക്ടർ ഓഫീസിലാണ് ജോലി. ശമ്പളം കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. എത്ര ചെലവ് ചുരുക്കിയിട്ടും കയ്യിൽ കിട്ടുന്നത് തികയുന്നില്ല മോളെ. ശരി ശരി, എങ്ങനെ വേണമെങ്കിലും ചിലവാക്കിക്കും. മാസം അവസാനം ആകുമ്പോ അതിന് കാശ് വേണം, ഇതിന് കാശ് വേണം, അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കായിരുന്നാ മതി. മോനെ, രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. ഇനിയും പെയ്യോന്ന് തോന്നുന്നു. കൊടയും കൂടെ കൊണ്ടുപോകും. വേണ്ടമേ, മഴ പെയ്യില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേണ്ട, കൊച്ചുകുട്ടികളെ പോലെ നിർബന്ധം പിടിക്കില്ലേ. ഇത് കുടിക്കൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അത്? ഇഡ്ഡലിയാടി ഇഡ്ഡലി. ഒരു കഷ്ണം ഉണക്ക റൊട്ടി പോലും തരാതെ എന്നെ ഇതിനകത്ത് ഇട്ട് കൊല്ലാൻ നോക്കുകയാണല്ലേ? നിങ്ങൾക്കിതൊന്നും തിന്നാൻ പാടില്ല. പാടി ഇവിടുന്ന്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നും. നീ ആരാടി ചോദിക്കാം? അയ്യോ, ഡോക്ടർ കണ്ടാൽ എന്നെ വഴക്ക് പറയും. നിങ്ങൾ ഇത് തിന്നല്ലേ? എന്താ ഇത്? കണ്ടോ സതി, ഈ സ്ത്രീയെ കൊണ്ട് സഹി ഇട്ടു. മരുന്ന് കുടിക്കില്ല. ആരെയെങ്കിലും കൊണ്ട് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും. ആഹാരം എന്തെങ്കിലും കൊടുത്താൽ അപകടമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എടിയടി, നീ എന്ത് പറഞ്ഞടി? ആ പറഞ്ഞ ഡോക്ടറില്ലേ, അവളുടെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് ഞാൻ ചാകത്തുള്ളൂ. നീ ചെന്ന് അവളോട് പറഞ്ഞേക്കേ. ലക്ഷ്മി, ആ മരുന്നെടുക്കൂ. ഇതാ. കുടിച്ചില്ലെങ്കിൽ മരുന്ന് അകത്തക്കാനുള്ള മാർഗം ഞങ്ങൾക്കറിയാം. സുധേ, നീ ഈ മാസം ചിട്ടിക്ക് പണം അടച്ചോ? അടച്ചു. അടുത്ത മാസം എനിക്ക് 1000 രൂപ കിട്ടും. അതുകൊണ്ട് 2 പോയിന്റ് ഒരു ചെയിൻ വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാസം 20 രൂപ വീതം അടച്ചാൽ മതിയല്ലോ. അങ്ങനെ കുറേശ്ശെ ചേർത്തിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാതെ ഒന്നിച്ച് വാങ്ങാൻ കഴിയുമോ? ഏതായാലും ഞാനും അടുത്ത മാസം ഒരു ചിട്ടിയിൽ ചേരാൻ പോവുകയാ. സതി, നിനക്കൊന്ന് ചേർന്നുകൂടെ? എനിക്ക് ചിട്ടിയും വട്ടവും ഒന്നും പിടിക്കില്ല. കാറ്, ബംഗ്ലാവ്, ഫോൺ, ഫ്രിഡ്ജ്, ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കണം. വലുതായിട്ട് എന്തെങ്കിലും ആശിച്ചാല് അതിൽ പകുതിയെങ്കിലും കിട്ടൂ. അല്ലാതെ ചിട്ടിയിൽ ചേർന്ന് 100 രൂപയ്ക്ക് ട്രാൻസിസ്റ്റർ, 50 രൂപയ്ക്ക് സ്റ്റീൽ പാത്രം, 25 രൂപയ്ക്ക് സാരി, ഇങ്ങനെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്നും ദരിദ്രമായിരിക്കും. നീ പറയുന്നത് കേൾക്കാൻ കൊള്ളാം, പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കാതെന്താ? എന്റെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നീ ആഗ്രഹിച്ചോ? ഞങ്ങളുടെ കാര്യം വേറെ. വലുതായിട്ട് ആഗ്രഹിച്ച് അതിൽ പകുതി കിട്ടുന്നതിനേക്കാൾ നല്ലത് ചെറുതായിട്ട് ആഗ്രഹിച്ച് അത് മുഴുവൻ കിട്ടുന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. വലിയ നിലയിൽ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ജീവിക്കാം. നിങ്ങളെപ്പോലെ ചിന്തിച്ചാൽ ഇങ്ങനെ ജീവിക്കാം. നീ കാറും ബംഗ്ലാവുമായി ജീവിച്ചു. ഞങ്ങൾക്ക് ഈ ജീവിതം മതി.
മതി മതി ഉണ്ടേ ചുരുന്നേക്കാൻ നോക്ക്, ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. എടി രജനി, കിടന്ന് ചാടാതെ പുസ്തകം എടുത്ത് വെച്ച് പഠിക്കാൻ നോക്ക്. ഈ അമ്മയ്ക്ക് എന്താ ഇത്ര നേരം ഞാൻ പഠിക്കായിരുന്നു. എന്നാ കിടന്ന് ചാടിക്കും, മൂത്ത് വീഴണം. എന്താടി, നിനക്ക് കളി മാത്രമേ ഉള്ളോ? പഠിക്കാനൊന്നുമില്ലേ? പഠിക്കുന്നുണ്ട് ചേച്ചി. ഈ വർഷം പാസ്സാകുമോ? ഫസ്റ്റ് ക്ലാസ് ആയി പാസ്സാണ് ചേച്ചി. ആ, പാസ്സായാൽ നിനക്കുള്ള. എടി രജനി, വെയിലത്ത് ഉണക്കാനായിട്ടിരിക്കുന്ന വിറകെടുത്ത് അടുക്കളയിലിട്. മോളെ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി. മോൻ കഴിയിട്ട് വാ, കാപ്പി കുടിക്കാം. കുറച്ച് കഴിയട്ടമ്മേ. രജനിയുടെ പരീക്ഷ എടുത്തു. അവളോട് നല്ലപോലെ പഠിക്കാൻ പറയൂ. സ്കൂളിൽ നിന്ന് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ് അയച്ചിരിക്കുക. ഫീസ് അടച്ചല്ലോ അമ്മേ. അതടച്ചു. ഇത് വേറെന്തോ ഫീസാ. നാളെ 30 രൂപ കൊടുക്കണമെന്ന്. അമ്മയുടെ കാശുണ്ടല്ലോ, അത് കൊടുത്തേക്കൂ. എന്റെ മോളെ, അത് മുഴുവൻ ചെലവായി പോയില്ലോടി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? രജനിയുടെ പഠിപ്പിന്റെ കാര്യത്തിലല്ലേ മോളെ. 30 രൂപ എവിടുന്നെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ. എന്താ അമ്മ ഇത്? എന്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ അങ്ങനെ തന്നെ അമ്മയുടെ കയ്യിൽ കൊണ്ട തരുന്നില്ലേ? എന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ? ഞാൻ അങ്ങനെയാണോ? എന്റെ ആവശ്യത്തിന് ഞാൻ എന്തെങ്കിലും ചിലവാക്കാറുണ്ടോ? ഒരു സിനിമ പോലും കാണാൻ പോകാറില്ല. മോളെ, നിന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എന്റെ വിചാരം. എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ നിന്നോടല്ലാതെ വേറെ ആരോട് ഞാൻ പറയും? അമ്മ എന്തിനാ കരയുന്നത്? കരയാൻ മാത്രം ഞാൻ എന്ത് പറഞ്ഞു? അമ്മേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് 30 രൂപ വാങ്ങിച്ചോളൂ, ശമ്പളം കിട്ടിയിട്ട് കൊടുക്കാം. മോളെ, നേരത്തെ വാങ്ങിച്ച 100 രൂപ തന്നെ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാ ചോദിക്കുന്നത്? ശരി, നാളെ ഞാൻ ഡോക്ടറോട് അഡ്വാൻസ് ചോദിച്ചു നോക്കാം. അമ്മേ, പാവം സതി. ഇത്ര ചെറുപ്പത്തിലെ ഒരു കുടുംബം മുഴുവൻ അവളുടെ തലയിലാണ്. അമ്മയുടെ എത്ര രൂപയുണ്ട് ബാക്കി? 50 രൂപയുണ്ട്. നാളെ അത് കൊണ്ടുപോയി ബാങ്കിലിടണം. അത്യാവശ്യത്തിന് അപ്പോ 5-10 എടുക്കാം. ആ രൂപ സതിക്ക് കൊടുത്തേക്കമ്മേ. നമ്മുടെ ചില്ലറ ചെലവിന് എന്ത് ചെയ്യും മോനെ? അതൊക്കെ എങ്ങനെയെങ്കിലും നടക്കും. തൊട്ടടുത്ത വീട്ടുകാരാ. അവരുടെ വിഷമം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ സാരമില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ട് എങ്ങനെ അമ്മയെ സഹായിക്കാതിരിക്കുക? എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? ശരിയാ മോനെ, ഞാൻ ഇപ്പൊ തന്നെ സതിയെ വിളിച്ച് രൂപ കൊടുത്തേക്കാം. വേണ്ട, നിന്റെ ഈ കളി നല്ലതിനല്ല. വല്ലവരും തൂത്തുവാരിട്ട് ഇടിച്ച് എല്ലോടി. വെറുതെ ഇരിടാ, ഇതൊരു തമാശയല്ലേ? ഇല്ല തമാശ. ആ ലളിത, എന്താണ് ഇത്? സുഖം തന്നെയല്ലേ? മരുന്നോ? ആർക്കാ അസുഖം? അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി? ആ, ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ദിവസമായി. നാളെ മറ്റന്നാൾ വരാമെന്ന് അമ്മയോട് പറയും. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? നോക്കടാ രാജ, ഇതാണ് ലോകം. ഇവൾ എന്നെ മറന്നു. മറക്കും മറക്കും. നിന്റെ വീട്ടിൽ തൊട്ട് വടക്കേ വീട്ടിൽ 3 വർഷം മുമ്പ് 10 വർഷം ഞാൻ താമസിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് കാപ്പി പിടിച്ചിരിക്കുന്നു. ചേട്ടായിട്ടെന്ന് വിളിച്ച് എന്റെ പുറകെ നടന്ന പെണ്ണ്. നീ ഇതെല്ലാം മറന്നല്ലേ? ശരി ശരി, നാളെ ഞാൻ വീട്ടിലേക്ക് വരാം. അമ്മയോട് പറഞ്ഞേക്കും. ഓക്കെ ഓക്കെ. ലളിതേ, നിന്റെ അച്ഛനോട് ഞാനും ചോദിച്ചെന്ന് പറഞ്ഞേ. പാടാ പോവാ. ബൈ. ആരടിയത്? എനിക്കറിഞ്ഞുകൂടാ. ഇയാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ വീടിന്റെ വടക്കേതിൽ ഒരു വക്കീലാണ് താമസിക്കുന്നത്. ഇയാളെ ആള് തെറ്റി എന്റെ അടുത്ത് സംസാരിച്ച് കാണും. അതെങ്ങനെയാ? നിന്റെ പേര് പോലെ അയാൾക്ക് ശരിക്കറിയാമല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. അയാൾക്ക് നിന്നെ പരിചയമുണ്ട്, നീ മറന്നുപോയിരിക്കും. എടാ, കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പെണ്ണുങ്ങളുടെ പേര് നീ എങ്ങനെയാണ് അറിയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. 10 പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ലളിതയോ രാധയോ കാണും. ഒരു പേര് വിളിക്കുക, ആ പേരുള്ള പെണ്ണ് തിരിഞ്ഞു നോക്കും. നമ്മൾ ഇന്ന് പെണ്ണിനോട് സംസാരിച്ചിട്ട് പോവുക, അത്രേ ഉള്ളൂ. ആ കൂട്ടത്തിൽ നീ വിളിക്കുന്ന പേരുള്ള പെണ്ണ് ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ എനിക്കെന്താ? സോറി, നിന്നെ കണ്ടിട്ട് ലളിതയെപ്പോലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോണം. ഇതൊക്കെ ഒരു തമാശയല്ലേടാ. അപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ ഏത് പെണ്ണിന്റെ മൂക്കിൽ പിടിച്ച് വലിക്കാല്ലേ? ഹലോ, എന്റെ വണ്ടി റെഡിയോ? ആ റെഡിയായി, അങ്ങോട്ട് ചെന്നട്ടെ. മോർണിംഗ്. ആ ബാബു, ആ KRE 134 ഇന്ന് തന്നെ കൊടുക്കണേ.
എടാ ബാബു, എന്താണ്? 4 ദിവസമായി ഈ കിടപ്പ് ഇവിടെ കിടക്കുന്നു. ഇങ്ങനെ ഇവിടെ കിടന്ന് ചത്താലും ഇത് ഓടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ അടുത്തുള്ള വിശ്വാസം കൊണ്ടല്ലേ ഓരോരുത്തർ വണ്ടിയും കൊണ്ട് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ വേറെ എത്ര വർക്ക്ഷോപ്പ് ഉണ്ട്? നീ എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കും. ഞാൻ ഇന്നും കൂടെ നോക്കാം, എന്നിട്ട് എന്നെ കൊണ്ടാവില്ല. എടാ, നിന്റെ പണം വല്ലതുണ്ടോ? ആ ചില്ലറ എന്തെങ്കിലും കാണും. വൈകിട്ടത്തേക്കല്ലേ, നോക്കാം. ഞാൻ മുതലാളി ഒന്ന് കണ്ടിട്ട് വരാം. എന്തിന്? വന്നിട്ട് പറയാം. എന്താ ബാബു, നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീധരമേനോന്റെ വണ്ടിയുടെ വർക്കൊക്കെ തീർന്നോ? അതൊന്ന് ഉച്ചയ്ക്ക് തീർന്നല്ലേ? ഓഹോ, ആ 1625 നാളെ ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അത് വൈകുന്നേരം കൊടുക്കാം. ആഹാ. സാർ, ഞാൻ വന്നത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു 100 രൂപ വേണം. ഓഹോ. താങ്ക്സ് സാർ. എടോ, 4 ദിവസമായി ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട്. ദിവസം നിങ്ങളെക്കാൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിവിടെ തള്ളിക്കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ ഇതുമായിട്ട് പെരുമാറുക. ചുമ്മാതല്ല, നിങ്ങൾ ചോദിക്കുന്ന കാശാണ് ഞാൻ അങ്ങോട്ട് വേണ്ടി തരുന്നത്. അത് ശരി. ഇതിന്റെ അകത്ത് സ്പാൻഡറോ സ്ക്രൂ ഡ്രൈവറോ തൊട്ടാലുണ്ടല്ലോ, സാധനം പൊടി പൊടിയായിട്ട് താഴോട്ട് ഇളകി വരികയാണ്. അതിനെന്ത് ചെയ്യും? താൻ എന്റെ വണ്ടിയെ കുറ്റം പറയരുത്. എനിക്ക് എന്റെ ഭാര്യയെക്കാൾ ഇഷ്ടമാണ് എന്റെ വണ്ടി. ഇത് ഈ പരുവത്തിലാണെങ്കിൽ ഭാര്യ എങ്ങനെ ഇരിക്കും? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയരുത്, വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. എല്ലാ വണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്, ഇത് തുരുമ്പ് കൊണ്ടാണ്. താൻ എന്റെ വണ്ടി റിപ്പയർ ചെയ്യണ്ട, ഞാൻ കൊണ്ടുപോവുകയാണ്. ഇവിടെ മാത്രമല്ല വർക്ക്ഷോപ്പ്, വേറെ വർക്ക്ഷോപ്പ് ഉണ്ട്, മെക്കാനിക് ഉണ്ട്. എന്റെ വണ്ടി ഒന്നാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ രാജാ? അല്ല, വണ്ടിയുടെ പണി തീർന്നില്ല എന്ന് പറഞ്ഞ് അങ്ങേര് കൊണ്ടുപോകാൻ പോവുകയാണ്. എന്റെ വണ്ടി തുരുമ്പാണത്രേ. വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി എന്റെ വണ്ടി ഇരുമ്പാണോ തുരുമ്പാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. സമാധാനപ്പെടും സാറേ, ഇതിന്റെ വിവരമെല്ലാം പറഞ്ഞതാ. സാറിന്റെ വണ്ടി അസൽ വണ്ടിയല്ലേ, ഞങ്ങൾ റിപ്പയർ ചെയ്ത് തരാം. ആ, ബാബു പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. 2 ദിവസത്തിനകം വണ്ടി എനിക്ക് കിട്ടണം. ഞാനേറ്റുന്നേ, സാറ് പോയിക്കോ. ബാബു, എന്റെ വണ്ടിയിൽ തുടർന്ന് സൂക്ഷിച്ചു വേണം. എനിക്ക് എന്റെ വണ്ടി ഭാര്യയെ പോലെയാണ്. സാറ് വിഷമിക്കണ്ട, ഞാൻ എന്റെ അമ്മയോ പെങ്ങളോ എന്ന് വിചാരിച്ച് വണ്ടി തുറത്തുള്ളൂ. സാറ് പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. അയാൾ ഇതും കൊണ്ട് പോയാൽ നീ പിന്നെയും പിടിച്ചവിടെ നിർത്തും. എടാ, വരുന്നവരെ പിണക്കാതെ നാളെ അയാൾ നല്ലൊരു വണ്ടി വാങ്ങിയാലോ? ആ, നീ വാ, നമുക്ക് റൂമിൽ പോയി കുളിച്ചിട്ട് ഒരു സിനിമ കാണാൻ പോവാ. ദേ, മുതലാളിയുടെ 100 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. എടാ ബാബു, കയ്യിൽ കാശ് കിട്ടിയാൽ മുഴുവൻ ചെലവാക്കാതെ നിനക്ക് ഉറക്കം പറ്റില്ലല്ലേ? കിട്ടുന്ന എന്തെങ്കിലും കൂട്ടി വെക്കടാ, നാളെ എന്തിനെങ്കിലും ഉപകരിക്കും. പോടാ, കഴിഞ്ഞതിനെ കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. ഇന്ന് സുഖമായി ജീവിക്കണം. ആ, നീ വാ, വാടാ. ഹായ് ഉഷ. ആ, എടാ ബാബു, നിനക്ക് അല്പം പോലും മര്യാദയേ ഇല്ല. ഓരോ ദിവസം കഴിയും തോറും നീ കൂടുതൽ കൂടുതൽ വഷളാകുകയാണ്. മിണ്ടാതിരാ. എന്താ പക്ഷേ സുഖം തന്നെ? വീട്ടിൽ അച്ഛനെ എന്തിക്കുന്നു? അച്ഛന് സുഖം തന്നെ. നീ എന്താണ് ക്ഷീണിച്ചു പോയത്? നല്ല തടിയുണ്ടായിരുന്ന പെണ്ണ്. കഴിഞ്ഞ മാസം ഫ്ലൂ വന്നു. ഫ്ലൂ 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 ആ, ഫ്ലൂ ഫ്ലൂ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ നോനോ, നിന്റെ നോട്ടം കണ്ടാലറിയാം നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഇല്ല, മനസ്സിലായി. എങ്കിൽ എന്റെ പേരെന്താണെന്ന് പറയും. പേര് പേര് നോക്കടാ രാജാ, ഇത് ലഞ്ഞാവഹം. ഇത്രയും പരിചയം ഉണ്ടായിട്ട് നിന്നെ ആ പെണ്ണ് മറന്നുപോയല്ലോ. വാ, നമുക്ക് വേറെ പെണ്ണുങ്ങളുണ്ടോ എന്ന് നോക്കാം. ശരി ശരി, നീ എന്നെ മറന്നെങ്കിൽ പോട്ടെ. ഞാൻ നിന്റെ അച്ഛൻ ചോദിച്ചിട്ട് പറയും. നാളെ വീട്ടിലേക്ക് വരാം. ഓക്കെ? പക്ഷേ നിന്റെ അമ്മയോടും അമ്മായിയോടും ഞാൻ ചോദിച്ചായിട്ട് പറഞ്ഞേ. ദൈവമേ, എവിടെ പോയി മുട്ടുവാകും. ആ, എടാ പതുക്കെ പതുക്കെ. പക്ഷേ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എക്സ്ക്യൂസ് മീ, അയാളെ നിങ്ങൾക്കറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഐ സീ. ലളിതേ, നിന്റെ വീടിന്റെ വടക്കേതിൽ 3 വർഷം മുമ്പ് 10 വർഷം താമസിച്ചിരുന്നെന്ന് ഇയാളല്ലേ പറഞ്ഞത്? അതെ. ഇന്ന് അവളുടെ അടുത്തും അന്ന് നിന്നോട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അയാൾ ആരാണ്? പെമ്പിള്ളേരെ ഇങ്ങനെ കളിയാക്കുന്നത് അയാളുടെ തൊഴിലാണെന്നാണ് തോന്നുന്നത്. ശരിയാണ്, ആളൊരു കൊച്ചു തെമ്മാടി തന്നെ. അയാളെ വെറുതെ വിടരുത്. പെമ്പിള്ളേരുടെ പേരെങ്ങനെയോ മനസ്സിലാക്കി വെച്ചിട്ട് അവരെ കളിയാക്കുകയാണ്. ഈ വിദ്വാൻ ഒരു ദിവസം എന്റെ കയ്യിൽ അകപ്പെടും. അന്നൊരു പാഠം പഠിപ്പിക്കും. വാ, പോകാം. ആ, ചുമ്മാ ഇരിയടാ. അതായാൾ. ലളിതേ, ഇപ്പൊ ഒരു തമാശ കാണിച്ചു തരാം. ബാബു,
എന്താ ബാബു ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഓഹോ, പരമയോഗ്യൻ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5000 രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ? ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അച്ഛൻ പോലീസിൽ വിവരം അറിയിക്കാൻ പോയതാണ്. ഞാനാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഒരാഴ്ചക്കകം പണം കൊണ്ടും തന്നില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകും. ബി കെയർഫുൾ. എങ്ങനെ? നന്നായിരുന്നു. കമോൺ. ആളെ കണ്ടതെങ്ങനെ? ടിപ് ടോപ്പ്. പക്ഷെ ആളെ കള്ളനാണ്. ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കോ? സൂക്ഷിച്ചോ, അല്ലെങ്കിൽ പോക്കറ്റായിരിക്കും. ശരിയാണ്, കള്ളനാണ്. ആ പെണ്ണേതാണ്? എടാ, അവളന്ന് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. നീ പെൺകുട്ടികളെ കളിയാക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പകരം വീട്ടിയതാണെന്ന്. നിന്റെ കൂടെ നടക്കുന്നത് എനിക്കും അപമാനമാണ്. ഇനി ഞാൻ കള്ളനല്ല എന്നുള്ള ബോർഡ് എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയതിന് ശേഷമേ ഞാൻ നിന്റെ കൂടെ നടക്കുകയുള്ളൂ. അവളൊരു വല്ലാത്ത പെണ്ണ് തന്നെ. നീ പോയി അവൾ ആരാണെന്നൊന്ന് അറിഞ്ഞേച്ചു വാ. അയ്യോ, ഞാനില്ല. ബാബു, എങ്ങനെ ഇരിക്കുന്നു? എന്നാലും നിങ്ങളെന്നെ ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല. എനിക്കിത് കിട്ടേണ്ടതാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്തിനാ എന്റെ പേരറിയുന്നത്? വെറുതെ പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി. എന്റെ പേര് ദേവകി. ആ പേര് കേട്ട കിളവിയാളും തോന്നും. പേര് വിളിച്ചതിന് ശേഷമാണ് പ്രായമാകുന്നത്. അല്ലാതെ പ്രായമായിട്ടല്ല പേര് വിളിക്കുന്നത്. ചുമ്മാ ഇരിടാ. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? കളക്ടറേറ്റ് ടൈപ്പിസ്റ്റ്. ഏത് സെക്ഷനില്? നീ കാര്യം ഇനിയും വഷളാക്കാതെ പോവുകയില്ലെന്നാണ് തോന്നുന്നത്. ശരി, ഞാൻ പോകുന്നു. സതി, ഓ, ഇവിടെ മിടുക്കിയായി പോയല്ലോ. ഇപ്പോ ഇവർക്ക് അസുഖമൊന്നുമില്ല? ഒന്നുമില്ല. സതിയുടെ കൈ കൊണ്ട് ഒരു നേരത്തെ മരുന്ന് കൊടുത്താൽ പോരെ, എല്ലാ അസുഖവും മാറും. ഞാൻ വരട്ടെ. ടാറ്റാ പറ പോലെ. ടാറ്റാ. കമാ. എക്സ്ക്യൂസ് മീ, ഇപ്പൊ പോയ സതി എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തിനാ? വെറുതെ അറിഞ്ഞിരിക്കാമെന്ന് കരുതി. അവര് വിജയ നഴ്സിംഗ് ഹോമിലെ നേഴ്സാണ്. താങ്ക് യു. ആ പെണ്ണിന്റെ പേര് സതി. വിജയ നഴ്സിംഗ് ഹോമിലെ നേഴ്സ്. അവിടെ പോയിട്ട് അവളുടെ കയ്യിൽ നിന്ന് കൂടി വാങ്ങിക്കണമായിരിക്കും. ചുമ്മാ ഇല്ല. അയ്യോ, വയറുവേദനയെ വേദന, വേദന, നെഞ്ചുവേദനയെ വേദന, വേദന, വയറുവേദനയെ വേദന, വേദന, വേദനയെ വേദന, വേദന. എന്താ എന്താ? അയ്യോ, വയറുവേദന കൊണ്ട് പിടയ്ക്കാണ്. അയ്യോ, വയറുവേദനയെ വേദന, വേദന. വരൂ, ബെഡിൽ കൊണ്ടുപോയി കിടത്താം. അയ്യോ, എന്നെ വിട്, അവനെ പിടി. അതെന്താ? അത് എനിക്ക് അസുഖമായാലേ അവൻ തല ഇറങ്ങി താഴെ വീഴും. അതുകൊണ്ടാണ് അവനെ പിടിക്കാൻ പറഞ്ഞത്. നടക്കൂ. അയ്യോ, വയറുവേദനയെ വേദന. നിങ്ങൾ എന്താണ് ഡേറ്റ് പാടുന്നത്? അയ്യോ, ഇവന് വേദനിച്ചാ എനിക്കും വേദനിക്കും. സിസ്റ്റർ, ഒരു സീരിയസ് കേസ്. ഡോക്ടറോട് ഉടനെ വരാൻ പറയൂ. യെസ്. അയ്യോ, വയറുവേദനയെ വേദന, വയറുവേദനയെ വേദന, വേദന, വേദന. അയ്യോ, വയറുവേദനയെ വേദന. ഇരിക്കൂ ഇരിക്കൂ. വേദന. സോറി. സോറി, എന്തോന്ന് സോറി? ഇത് ആസ്പത്രിയാണ്. ഇത് ഹോസ്പിറ്റൽ. നിങ്ങൾ ഇവിടുത്തെ നേഴ്സ്. അത് മനസ്സിലാക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇവിടുത്തെ രോഗികളും. അയ്യോ, വയറുവേദനയെ വേദന, വയറുവേദന. അയ്യോ, വേദന, വേദന. ഉമ്മാരിടാ, വയറ്റുവേദന എനിക്കല്ലേ. എന്താ ഇവിടെ ബഹളം? ഡോക്ടർ, ഞാൻ രോഗവിവരം പറയായിരുന്നു. ഓ, പേരെന്താ? എന്റെ പേരെന്താ? രാജൻ. 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 ടെമ്പറേച്ചർ നോർമൽ ഡോക്ടർ. വയറ്റുവേദനയ്ക്ക് എന്തിനാ ടെമ്പറേച്ചർ? അതെനിക്കറിയാം. എത്ര ദിവസമായി വയറ്റുവേദന തുടങ്ങിയിട്ട്? ദിവസമല്ല, വർഷങ്ങളോളമായി. അമ്മയ്ക്ക് പ്രസവ വേദന തുടങ്ങിയപ്പോഴേ എനിക്ക് അമ്മയുടെ വയറ്റിൽ കിടന്ന് വയറ്റുവേദന തുടങ്ങിയതാ. ആ, നിങ്ങൾ എരിവ് ധാരാളം കഴിക്കല്ലേ? അയ്യോ ഡോക്ടർ, ഒരു പിടി ചോറിന് 1 കിലോ അച്ചാർ വേണം. ആ, അതാണ് കാരണം. കണ്ടുപിടിച്ചടാ. വെറുതെയാണ് MBBS പാസ്സായത്. നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്. വേദന സഹിക്കാൻ വയ്യ ഡോക്ടർ. ഇവന് സാരല്ല, ഞാൻ മരുന്ന് തരാം. എല്ലാം ഭേദമാവും. സതി, ഇയാളെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി ഒരു എക്സ്റേ എടുക്കണം. ഡോക്ടർ, ആഹാരം വെറും പാല് മാത്രം കൊടുത്താൽ മതി. അയ്യോ, വിശക്കുന്നേ. പാല് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴേ ഇവൻ നിലവിളിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? ഇയാൾ നിലവിളിക്കുകയാണെങ്കിലേ ഒന്നും കൊടുക്കരുത്. അയ്യോ. എടാ മഹാഭാവി, ഇനി ഞാൻ എത്ര നാളിങ്ങനെ അഭിനയിക്കണം? 2 ദിവസം. അതിനകം ഞാൻ അവളെ പാട്ടിലേക്ക് കൊള്ളാം. 2 ദിവസം കൊണ്ട് കാര്യം ശരിപ്പെട്ടില്ലെങ്കിൽ നെഞ്ചു വേദന പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്നോളാം. നീ പൊയ്ക്കോ. 2 ദിവസം പാല് മാത്രം കുടിച്ച് പട്ടിണി കിടക്കാൻ ഒക്കുവോ? ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോവില്ലേ? ബിരിയാണി, ചിക്കൻ ഫ്രൈ എല്ലാം വാങ്ങിത്തരാം. ആരും കാണാൻ ഇഷ്ടം പോലെ വെട്ടിക്കോ. എന്നാൽ 2 ദിവസമല്ല, 2 വർഷം വേണേ കിടന്നോളാം. അയ്യോ, വയറുവേദന, വേദന. എന്തിനാണ് വിളിച്ചു പോകുന്നത്? ഇത് ഭ്രാന്ത് ആസ്പത്രിയാണോ? ആസ്പത്രി നടത്തുന്നവർക്ക് അറിയാൻ പാടില്ല, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ലടാ. അതേടാ. മതി നിർത്തൂ. ഇതാ മരുന്ന് കുടിക്കൂ. അയ്യോ, നിങ്ങൾക്കല്ല, ഇയാൾക്ക്. ഓ സോറി. ഇതാ കുടിക്കൂ. എടാ ബാബു,
എടാ എനിക്ക് വേണ്ടി ഇല്ലയോടാ, കുടിച്ചോടാ. പിടിയടാ മൂക്ക്. വന്ന ഉടനെ ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോ ഇവന് സഹിക്കാൻ വയ്യാത്ത വയറ്റിവേദന. കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്നല്ലേ പറഞ്ഞത്? എന്തിനാ കള്ളം പറഞ്ഞത്? പരിചയമില്ലാത്ത പെൺകുട്ടികളെ പരിചയമുണ്ടെന്ന് ഭാവിച്ച് നിങ്ങൾ എന്തിനാ കളിയാക്കുന്നത്? അതിന് തിയേറ്ററിൽ വെച്ച് പകരം വീട്ടിയില്ലേ? അന്ന് നിങ്ങൾ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ അവിടെ കൂടിയിരുന്ന ആളുകൾ എന്നെ നോക്കി നോട്ടം. അയ്യോ, അത് ഓർക്കുമ്പോൾ പോലും പേടിയാവുന്നു. പെണ്ണുങ്ങളെ കളിയാക്കുന്ന തൊഴിലാക്കി നടന്നാൽ ഇങ്ങനെ തിരിച്ചടി കിട്ടിയെന്നും വരും. ബാബു, ഈ വയറ്റുകാരൻ 2 ദിവസം കൊണ്ട് സുഖാവുമെന്ന് തോന്നുന്നില്ല. ഇയാളെ നമുക്ക് എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം. അയ്യോ വേണ്ട, എനിക്ക് എക്സ്റേ. അയ്യോ വേണ്ട വേണ്ട. മിസ്റ്റർ ഗോപിനാഥ്, ഈ ക്യാപ്സൂൾ വാങ്ങി ദിവസവും ഓരോന്ന് ഭാര്യയെ കൊടുത്താൽ മതി. സൂക്കേട് ഭേദം. ഒന്നും പേടിക്കാനില്ല. താങ്ക് യു ഡോക്ടർ. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് അസുഖം വന്നാലും ഇവിടെയാണ് ചികിത്സ. അതെനിക്കറിയാലോ. അതെന്താ എടുത്തു പറയാൻ കാര്യം? ഡോക്ടർക്ക് കാറുണ്ട്. കാറിനും അസുഖം വരും. അതിനുവേണ്ടി നല്ലൊരു നഴ്സിംഗ് ഹോം ഞാൻ നടത്തുന്നുണ്ട്. കഴിവുള്ള കുറെ ഡോക്ടർമാരും ഉണ്ട് അവിടെ. ഓഹോ, ഇതാണോ കാര്യം? ശരി, എന്റെ കാറിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓട്ടോമൊബൈൽ നഴ്സിംഗ് ഹോമിലേക്ക് അയച്ചേക്കാം. താങ്ക് യു ഡോക്ടർ. ശരി. എടാ ഒന്ന് വേഗം തിന്ന് തൊലയടാ, ആരെങ്കിലും വരും. എടാ, തിന്നുമ്പോ ധൃതി കൂട്ടരുത്, പറഞ്ഞേക്കാം. എല്ല് അതിന്റെ അകത്ത് മജ്ജ വെറുതെ കളയാനൊക്കോ? ഓ, എല്ല് വെന്തട്ടില്ലോടാ. നീ ഏത് ഹോട്ടലിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്? മേലാൽ വേഗാത്ത എല്ലുള്ള ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ അപ്പം ഇറങ്ങിപ്പോ. ആ പെണ്ണുമായിട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. അതിനെന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? അയ്യോ ബാബു, നല്ല സമയത്താണ് രാജനെ ഇവിടെ കൊണ്ടുവന്നത്. കുടലിൽ അൾസർ ഉണ്ട്. ഉടനെ ഓപ്പറേറ്റ് ചെയ്ത് 6 നീളത്തിൽ കുടൽ വെട്ടിക്കളയണം. അയ്യോ, ഇത് വെറും ബിരിയാണിയാണ്. അല്ല, ചുമ്മാ വയറ്റുവേദനയാണ്. അതിന് ഓപ്പറേഷൻ വേണോ? കേട്ടോടാ ബാബു. അതേടാ, ഇവൻ ഓപ്പറേഷൻ വേണമെന്നാണ് തോന്നുന്നത്. വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. അയ്യോ അയ്യോ അയ്യോ. ഓപ്പറേഷൻ സാരമില്ല. ഒരു കത്തിയെടുത്ത് വയറിങ്ങനെ നെടുക കീറും. അയ്യോ, വയറിങ്ങനെ നെടുക കീറാൻ ഇത് വല്ല ചക്ക മറ്റോ ആണോ? വയറ് കീറിയിട്ട് കുടല് വലിച്ചെടുത്ത് ഒരു കത്രിക കൊണ്ട് ഇങ്ങനെ 6 അടി വെട്ടിക്കളയും. മതി പെങ്ങളെ, മതി വെട്ടിയത്. ആട്ടെ, ഇത് ആസ്പത്രിയാണോ അത് ഇറച്ചിക്കടയാണോ? നിങ്ങളുടെ ഇഷ്ടത്തിന് വയറ് കീറിയെടുത്ത് 6 അടി കുടൽ വെട്ടിക്കളയാൻ. എടാ ബാബുവേ, എക്സ്റേ മാറിപ്പോയിട്ടുണ്ടോടാ? എക്സ്റേ നല്ലതുപോലെ നോക്കിയോ? ഞാനും ഡോക്ടർ നല്ലപോലെ നോക്കി. ഓപ്പറേഷൻ അത്യാവശ്യമാണ്. ഈശ്വരനോട് നല്ലപോലെ പ്രാർത്ഥിച്ച് എന്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരൂ. നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഓപ്പറേഷൻ. എന്റെ കുടലെന്താ സൈക്കിൾ ട്യൂബാണോ? ഇഷ്ടം പോലെ വെട്ടിമുറിച്ച് കളയാൻ. എന്താണ് നോക്കിയിരിക്കുന്നത്? കാര്യം അങ്ങ് തുറന്നു പറ. നിന്റെ പ്രേമത്തിന് വേണ്ടി എന്റെ കുടല് ഞാൻ 6 അടി ദാനം ചെയ്യണം. രാജാ, പെങ്ങളെ, ഞാൻ സത്യം പറയാം. ഇവന് നിങ്ങളോട് പ്രേമമാണ്. അതിനു വേണ്ടിയാണ് എന്നെ ഒരു രോഗിയാക്കി ഇവിടെ കൊണ്ട് കിടത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവനെ പ്രേമിക്കും. അതല്ലെങ്കിൽ ഇവന്റെ കുടല് 6 അടി നിങ്ങൾ വെട്ടിയെടുക്കും. അല്ല, പ്രേമിച്ചു തുടങ്ങിയോ? എന്റെ ദൈവമേ, എന്റെ കുടൽ രക്ഷപ്പെട്ടു. എനിക്ക് സതിയെ ഇഷ്ടമാണ്. അത് പറയുന്നതിന് ഇങ്ങനൊരു നാടകം അഭിനയിക്കണോ? ഇങ്ങനൊരു ബുദ്ധിയാണ് എനിക്ക് തോന്നിയത്. രാജന് സത്യത്തിൽ അൾസറുണ്ടോ? അതും ഒരു നാടകമാണ്. എന്ത് ചെയ്താലും അതിന് പകരം വീട്ടും അല്ലേ? അതെന്റെ സ്വഭാവമാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. എന്താ ചോദിച്ചത്? എനിക്ക് സതിയെ. അതിന് വാക്കുകൾ കൊണ്ട് മറുപടി പറയണമോ? സതി,
എനിക്ക് ഞങ്ങൾക്ക് 10-20 കാറുണ്ട്. ആഹാ. എനിക്ക് നാളെ ഇതിലും വലിയ കാറിലായിരിക്കും ഞങ്ങൾ വരുന്നത്. ഞാൻ വരട്ടെ. നിനക്ക് അവളോട് പ്രേമം, അവൾക്ക് നിന്റെ കാറിനോട് പ്രേമം. വാ, വണ്ടി വിട്. ഒരുപാട് നേരമായി വന്നിട്ട് അല്പനേരമേ ആയുള്ളൂ. ഒരുപാട് നേരം ആയ പോലെ തോന്നുന്നു. അതെന്താ? നിങ്ങളെ കാത്തിരിക്കുമ്പോൾ അങ്ങനെയാണ്. നിമിഷത്തിന് മണിക്കൂറുകളുടെ നീളമാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും നിനക്ക് സൗന്ദര്യം കൂടുകയാണ്. സ്നേഹം കൂടിയാൽ അങ്ങനെ തോന്നും. വരൂ, നമുക്ക് പോകാം. ഇപ്പോഴാ പഴയ സൂക്കറുണ്ടോ? ഏത് സുഖേട്? പെണ്ണുങ്ങളെ കളിയാക്കാൻ. അതോ, നിന്നെ കണ്ടുമുട്ടിയ ശേഷം ഞാൻ ആ തമാശ നിർത്തി. ഹായ് ലില്ലി. എന്നെയാണോ വിളിച്ചത്? സോറി, എന്നെയാണ് വിളിച്ചത്. നിങ്ങൾ പൊയ്ക്കോളൂ. സോറി. വേണ്ട വേണ്ട, എന്റെ കൂടെ സംസാരിക്കണ്ട. ഈ തമാശ നിർത്തിയെന്ന് ഇപ്പോഴല്ലേ പറഞ്ഞത്? പഴയ ശീലം. അത് നിർത്തിയിട്ട് എന്നെ തിരികെ വന്നാ മതി. സതി, സതി, പോട്ടെ. ഇനി ഞാൻ ഒരൊറ്റ പെമ്പിളരെ വിളിക്കില്ല. സത്യം. സത്യമാണല്ലോ. നിന്റെ തലയിൽ വെച്ചല്ലേ സത്യം ചെയ്തത്. വരൂ. ഇനി ഏതെങ്കിലും പെമ്പിള്ളേരെ വിളിച്ചാൽ? നിർത്തി. ഇനി ആരും വിളിക്കില്ല. ആശിക്കുന്നത് വലുതായിട്ട് ആശിക്കുക, നമുക്ക് കിട്ടും. ഇത് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ എന്നെ കളിയാക്കി. ഇപ്പോഴോ കാറും ബംഗ്ലാവുമുള്ള പണക്കാരനെ തന്നെ എനിക്ക് കിട്ടിയില്ലേ? പണക്കാരൻ ഭർത്താവായിട്ട് വരണമെന്ന് നീ ആശിച്ചു, നിനക്കത് കിട്ടി എന്ന് വെച്ച് എല്ലാവർക്കും അത് കിട്ടുമോ? അതിന് ഭാഗ്യം കൂടി വേണം. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഭാഗ്യം ചിലപ്പോൾ നമ്മളെ തേടി വരും. ആശിച്ചതെല്ലാം കിട്ടണമെന്നില്ല. വലുതായി ആശിച്ചാൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ്. എനിക്ക് പണക്കാരനെ കിട്ടിയത് ഭാഗ്യം കൊണ്ടാണെന്നാണോ പറയുന്നത്? പിന്നല്ലാതെ. ഞാനോ, ഞാൻ അങ്ങനെ ആശിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത്. നീ ആശിച്ചതിൽ തെറ്റില്ല. അങ്ങനെ ഒരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യം കൊണ്ടാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നതിൽ അസൂയ, അതുകൊണ്ടാണ് ഇതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത്. നീ നന്നായിട്ട് ജീവിക്കുന്നതിൽ ഞങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? നീ ആയി നിന്റെ പാടായി. നിന്റെ കാര്യമൊന്നും ഞങ്ങളോട് പറയണ്ട. നീ എന്തിനാ വെറുതെ അതും ഇതും പറയുന്നത്? സതിക്കൊരു പണക്കാരനെ കിട്ടി, അവൾ സുഖമായി ജീവിക്കട്ടെ, അതിന് നിനക്കെന്താ? യു ആർ ഓൾവേസ് കറക്റ്റ് ലക്ഷ്മി. നിന്റെ വീടിന് എന്തോ കടമുണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര രൂപയുണ്ട്? പലിശ എല്ലാം കൂടെ 5000 രൂപയുണ്ട്. നീ വിഷമിക്കണ്ട ലക്ഷ്മി. കല്യാണം കഴിഞ്ഞ ഉടനെ ബാബുവിനോട് പറഞ്ഞ് ഞാൻ നിനക്ക് 5000 രൂപ വാങ്ങിച്ചു തരാം. നീ വീടിന്റെ കടം തീർക്ക്. ബാബുവിനെ പോലെ ഈ പെണ്ണുങ്ങളെ ഞാനും ഒന്ന് കളിയാക്കി നോക്കിയാലോ? പേര് കറക്റ്റ്. എന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ ആരാ? നിന്റെ വീടിന്റെ തൊട്ടടുത്ത് 5 വർഷം മുമ്പ് 10 വർഷം താമസിച്ചവനാണ് ഞാൻ. എന്നിട്ട് മനസ്സിലായില്ലേ? നിന്റെ പോക്ക്. എന്താ കുട്ടി, എന്താ? ഇയാൾ എന്നെ കയറി പിടിച്ചു. അയ്യോ ഇല്ലേ, ഞാൻ അറിഞ്ഞില്ലേ, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. അയ്യോ, ഒരബദ്ധം പറ്റിപ്പോയതാണ്. അയ്യോ അയ്യോ അയ്യോ. മതി മതി മതി, ഇവനെ നമുക്ക് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കാം. മതി, നടക്കടാ. എടാ, അവര് തല്ലിയത് എനിക്ക് മനസ്സിലാക്കാം. നീയും കൂടി അവരുടെ കൂടെ കയറി തല്ലിയതിനാണ്. എടാ, ഇവിടെ ഇങ്ങനെ അഭിനയിച്ചില്ലേ എനിക്കൂടെ തല്ലുകൊള്ളും. വാ. അയ്യോ, വാടി വാ. എന്തെത്ര ലേറ്റ് ആയത്? വഴിക്ക് വെച്ച് ബസ്സിന്റെ ടയർ പഞ്ചറായി. അടുത്ത ബസ് കാത്തു നിന്ന് സമയം വൈകി. അവളെവിടെടി? ആര്? നമ്മുടെ തരി. അല്ലാതാര്? അവളിപ്പോ പഴയതുപോലെയല്ല. ബാബുവിനെ കിട്ടിയപ്പോ ആള് മാറിപ്പോയി. ആ, ഇനി നമ്മളെ പോലുള്ള പാവങ്ങളിലൂടെ അവൾ ഇനി പിക്നിക്കിന് വരുമെന്ന് എനിക്ക് തോന്നില്ല. വരാമെന്ന് സതി എന്നോട് സത്യം ചെയ്ത് പറഞ്ഞാണ്. വാടി, ഇനി അവളെ കാത്തിരിക്കണ്ട. ആ, അതാ സതി. ഓ,
രാജകുമാരിക്ക് ഇപ്പോഴാണ് എഴുന്നള്ളാൻ സമയമായതല്ലേ? നീ എന്നെ കളിയാക്കാനാണ് പറഞ്ഞതെങ്കിലും ഞാൻ രാജകുമാരി തന്നെടി. നീ എന്താ മോനെ ഇത്രയും താമസിച്ചത്? അമ്മേ, ഞങ്ങളുടെ ഓഫീസില് എന്റെ ഒരു ഫ്രണ്ട് അവൻ കയറി കല്യാണം കഴിച്ചു. അയക്ക് ഞങ്ങളെല്ലാം അങ്ങോട്ട് പാർട്ടി കൊടുത്തു. അതാ താമസിച്ചത്. കൊച്ചു ചേർക്കനെ 23 വയസ്സ് പ്രായം. അവൻ കയറി കല്യാണം കഴിച്ചിരിക്കുന്നു. പിന്നെ നിന്നെ പോലാണോ ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാൻ നടന്നാ മതിയോ? അയ്യോ അമ്മ, എനിക്ക് അത്രയ്ക്കും പ്രായമായോ? ആ, കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി. ആ മോനെ, ആ കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏത് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ? തിരുവനന്തപുരത്ത് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിന്റെ തെക്കേ വീട്ടിൽ താമസിച്ചിരുന്ന ആ ജവളിക്കട കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ.
അയക്കെന്താ എങ്ങും ഇല്ലാത്തൊരു എഴുത്തിപ്പോ? അങ്ങേരുടെ മോള് പത്മത്തിനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അങ്ങേർക്ക് ഇഷ്ടമാണെന്ന്. അമ്മേ, കല്യാണക്കാരെ ആലോചിക്കാൻ ഇനി സമയമുണ്ടല്ലോ, നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇനിയും നിന്റെ കല്യാണക്കാരെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. നിന്റെ ഒരു കുഞ്ഞിനെ കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ? നീ ഒരുത്തിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ എനിക്കൊരു സഹായവുമായി. നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? സമ്മതമാണെന്ന് കുഞ്ഞികൃഷ്ണൻ ചേട്ടനെ ഞാൻ അറിയിക്കട്ടെ? ഇതൊരു നല്ല ആലോചനയാണ്. അങ്ങേര് 10,000 10,000 നിനക്ക് തരികയും ചെയ്യും. അമ്മേ, കുഞ്ഞികൃഷ്ണൻ ചേട്ടന് പണമുണ്ട്. പത്മത്തിന് ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാൻ അതൊരു പ്രയാസവും ഇല്ല. സതി അവക്കാരമ്മയുള്ളത്? വേണു, സതിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർക്ക് എവിടുന്ന് അമ്മേ പണം? കിട്ടുന്ന ശമ്പളം തികയാൻ കടം വാങ്ങിച്ച അവൾ കുടുംബം പുലർത്തുന്നു. ഓഹോ, നിനക്ക് സതിയെ ഇഷ്ടമാണ്. ഇക്കാര്യം നേരത്തെ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ശരി മോനെ, ഞാൻ ഇന്ന് തന്നെ സതിയുടെ അമ്മയെ കണ്ട് ഇക്കാര്യത്തെ കുറിച്ച് ആലോചിക്കാം. ആഹാ, സരസ്വതിയോ? വേണു വീട്ടിലില്ലേ? അവൻ വന്ന് കാപ്പൂടി കഴിഞ്ഞ് പുറത്തേക്ക് പോയി. സതി വന്നില്ലേ? അവൾ ഇപ്പൊ പോയതേ ഉള്ളൂ. അവൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് ആലോചിച്ച് വന്നതാണ്. ആ, എന്താ? സതിയുടെ കാര്യത്തിൽ എനിക്കൊരാലോചന. അവള് കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയല്ലേ. വേണുവിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ അഭിപ്രായം എന്താ? എനിക്കിഷ്ടമാണ്. ഞാൻ ഇതേക്കുറിച്ച് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി, അവളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും നിവൃത്തിയില്ല സരസ്വതി. അതെന്താ ദേവകി അങ്ങനെ പറഞ്ഞത്? സതിക്കൊരു വിവാഹം ആലോചിക്കണമെങ്കിൽ എന്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? വേണുവിനാണെങ്കിലും നാട്ടുനടപ്പും മര്യാദയും അനുസരിച്ച് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ പെണ്ണിന് സ്വർണം, കല്യാണ ചിലവ്. ഞാൻ ആലോചിച്ചിട്ട് ഒരു നിവൃത്തിയുമില്ല സരസ്വതി. ദേവകി, എന്റെ മോന് നീ ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി. കാതിലോ കഴുത്തിലോ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ പണിയിച്ചിട്ടോളാം. എങ്കിൽ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ സരസ്വതിയുടെ ഇഷ്ടം. എന്റെ മോടെ ഭാഗ്യമായിട്ടാണ് ഞാൻ ഇത് കരുതുന്നത്. കല്യാണം നമുക്ക് ചിങ്ങത്ത് നടത്തിയാലെന്താ? അതിനെന്താ? എന്നാ സരസ്വതിക്ക് സൗകര്യം അന്ന് നമുക്ക് നടത്താം. എന്താടി, സ്കൂളിൽ പോകുന്നില്ലേ? മോളെ, നീ വന്ന ഉടൻ തന്നെ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. കുളിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തെങ്കിലും നല്ല കാര്യമായിരിക്കുമല്ലോ? അതെ മോളെ, നല്ല കാര്യം തന്നെയാ. ഇന്നലെ വൈകുന്നേരം അപ്പുറത്തെ സരസ്വതി ഇവിടെ വന്നിരുന്നു. അതിലെന്താ ഇത്ര വിശേഷം? അവരെപ്പോഴും ഇവിടെ വരാറുള്ളതല്ലേ? ഇന്നലെ അവര് വന്നത് ഒരു വിശേഷം കൊണ്ടാണ്. അവർക്ക് വേണുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അമ്മ എന്ത് മറുപടി പറഞ്ഞു? വിവാഹം നടത്താമെന്ന് പറഞ്ഞു. അല്ല എന്ത് പറയാന്? നടത്തിക്കോളൂ. താലി കെട്ടാൻ വേറെ പെണ്ണിനെ അന്വേഷിക്കണം. മോളെ, ഞാൻ സുഖമായി ജീവിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലല്ലേ? അങ്ങനെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് മോളെ ഞാൻ സമ്മതിച്ചത്. അതെ അതെ, 300 രൂപ ശമ്പളം വാങ്ങുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിച്ചിട്ട് വേണം ഞാൻ സുഖമായി ജീവിക്കേണ്ടത്. അമ്മയ്ക്ക് ഇത്ര വിവരമില്ലാതായി പോയല്ലോ. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും പോരാനിട്ടാണ് അമ്മ എനിക്ക് വേണ്ടി അപ്പുറത്തെ വേണുവിനെ തേടി പിടിച്ചത്. ഒന്ന് പതുക്കെ പറ മോളെ, അവര് കേൾക്കും. കേട്ടാ കേക്കട്ടെ, എനിക്കെന്താ? ഞാൻ അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നു. മോളെ, ഇതിനേക്കാൾ നല്ലൊരു ആലോചന നിനക്കിനി വരുമോ? അമ്മയോട് ആര് പറഞ്ഞ് ആലോചിക്കാൻ? വേണുവിന് 300 രൂപയാണ് ശമ്പളം. 10 25 ഇൻക്രിമെന്റും കിട്ടും. അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ ഒക്കും? അയാളെ വിവാഹം കഴിച്ചിട്ട് ഞാൻ ദുരിതം അനുഭവിക്കുന്ന അമ്മയ്ക്ക് കാണണമല്ലേ? എന്നാ വരുന്നു നിനക്കൊരു ലക്ഷപ്രഭു. എന്താ, ഒരു ലക്ഷപ്രഭുവിന്റെ ഭാര്യയായി ഞാൻ ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടോ? എന്റെ പൊന്നുമോളെ, നീ നല്ല നിലയിൽ ജീവിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മേ, അമ്മ കരയാതെ ഒരു ലക്ഷപ്രഭു തന്നെ എന്നെ വിവാഹം കഴിക്കും. അദ്ദേഹം ഒരു ദിവസം വിവാഹാലോചനയുമായി അമ്മയുടെ അടുത്ത് വരും. നീ പറയുന്നത് നേരാണോ മോളെ? അതെ അമ്മേ. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ. നിനക്കെന്താ, വേറെ പെണ്ണിനെ കിട്ടത്തില്ലേ? ഞാനിവിടെ സ്വൈര്യമായിട്ടൊന്ന് കിടന്നോട്ടമ്മേ. സതിയെ കണ്ടുമുട്ടിയ ശേഷമാണ് ഞാൻ കുടുംബജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. വെറുതെ ചിന്തിച്ചാൽ മതിയോ? കുടുംബമായി ജീവിക്കണമെങ്കിൽ പലതും ചെയ്യണം. ചെയ്യാനൊന്നുമില്ല. ഒരു ദിവസം നിന്നെ വിളിച്ചുകൊണ്ടുപോയി എന്റെ കൂടെ താമസിപ്പിക്കും. അതിന് എന്നെ കിട്ടുകയില്ല. ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? വരും. മുറപ്രകാരം വിളിക്കണം, എന്നാലേ വരും. കല്യാണം കഴിച്ചിട്ടാ വിളിക്കൂ. കല്യാണത്തിന് മുൻപ് എന്റെ അമ്മയെ നിങ്ങൾ കാണണം. അവരോട് കാര്യങ്ങൾ സംസാരിക്കണ്ടേ? ഓ, അത് ശരി. കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് നിന്റെ അമ്മയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ശരി, നാളെ തന്നെ അമ്മയെ കാണാം.
സതിയുടെ വീട് ഇതല്ലേ? അതെ, വരൂ, ഇരിക്കൂ, ഇരിക്കൂ. മോളെ വന്നു. അമ്മ കാപ്പി കൊണ്ട് കൊടുക്കൂ, ഞാനിതാ വരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു. കഴിക്കൂ, സതി ഇപ്പൊ വരും. നിങ്ങൾ ആരാ? ഞാൻ സതി ടീച്ചറെ കാണാൻ വന്നതാണ്. ടീച്ചറുടെ വീട് ഇതല്ല, ഇവിടുന്ന് 4 വീട് അപ്പുറത്താണ്. സോറി, ഞാൻ വന്നപ്പോഴേ അമ്മ പിടിച്ചിട്ട് സൽക്കരിച്ചു. ഞാൻ വരട്ടെ. എന്താ അമ്മ ഇത്? വഴിയെ പോകുന്നവരും വരുന്നവരും വിളിച്ചിരുത്തി സൽക്കരിക്കുന്നത്? വേറെ ജോലിയില്ലേ? അയാൾ സതിയുടെ വീട് ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു നിന്നെ കാണാമെന്ന ആളാണെന്ന്. ആ, ഇനി ആരെങ്കിലും വന്നാൽ പേര് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ പേര് ബാബു, മനസ്സിലായോ? ആ. നിങ്ങൾ ആരാ? എന്റെ പേര് സുരേഷ്. ഞാൻ സതിയെ കാണാൻ വന്നതാണ്. ഇപ്പൊ ഒരാൾ വീട് തെറ്റി വന്നേച്ച് പോയതേ ഉള്ളൂ. അവരുടെ വീട് ഇതല്ല, ഇതിന് 4 വീട് അപ്പുറത്താ. സോറി. ബാബു. സതിയുടെ വീട് ഇതല്ലെന്ന് പറഞ്ഞു? ആ, പേര് ബാബു എന്നല്ല പറഞ്ഞത്. ഞാൻ സുരേഷ് എന്ന് പറഞ്ഞു. ആ, അമ്മേ, ശരിയായ പേര് സുരേഷ് ബാബു, വിളിക്കുന്നത് ബാബു. വരൂ വരൂ, ഇരിക്കൂ. വരൂ. എന്റെ അനിയത്തിയാണ് രജനി. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസിലാണ്. ആ. മോള് പോയി കളിക്കൂ, കാപ്പൊടിക്കൂ. അമ്മേ, സതി വിവരങ്ങളൊക്കെ പറഞ്ഞു കാണും ഇല്ലേ? പറഞ്ഞു. എനിക്ക് അച്ഛനും അമ്മയും ബന്ധുക്കളാരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. എന്റെ കുഞ്ഞെ, നിനക്ക് ഇങ്ങനെയൊരു നല്ല മനസ്സ് തോന്നിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എനിക്ക് ഇവളുടെ വിവാഹം വേഗം ഒന്ന് നടന്നു കണ്ടാ മതി. അതിനെന്താ അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അടുത്ത മാസം തന്നെ ഞങ്ങളുടെ വിവാഹം നടത്താം. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ നമുക്ക് നടത്താം. ഞാൻ ജോത്സ്യരെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കാം. ശരി അമ്മേ. നിന്റെ അമ്മയ്ക്ക് ജോലിച്ചരെ കാണാനും മുഹൂർത്തം കുറിപ്പിക്കാനും തിരക്ക്. കല്യാണത്തിന് എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്യണം. എനിക്കൊരു സഹായത്തിന് ആകെയുള്ളത് രാജൻ മാത്രമാണ്. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ ഇപ്പൊ അത്രയും വലിയൊരു ഭാഗ്യമുണ്ടായത്? നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുന്നത് എന്റെ ഭാഗ്യമല്ലേ? ഞാൻ ആശിച്ചത് എനിക്ക് കിട്ടി. നിങ്ങളും ഞാനും തമ്മിലുള്ള അടുപ്പത്തിൽ എന്റെ കൂട്ടുകാരികൾക്ക് വല്ലാത്ത അസൂയുണ്ട്. അവരത് പുറത്തു കാണിക്കാറില്ല. അവരെന്തിനാണ് അസൂയപ്പെടുന്നത്? 10-20 കാറും ബംഗ്ലാവുമുള്ള ഒരു വലിയ പണക്കാരനായ നിങ്ങളെ എനിക്ക് കിട്ടിയതുകൊണ്ട്. സതി, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ പണക്കാരനല്ല. എന്താ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട്. പണം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കാത്ത ഇങ്ങനൊരാളെ എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കണ്ടേ? മാസം 300 രൂപ ശമ്പളം, അത് തികയാത്തത് കൊണ്ട് കടം വാങ്ങി ജീവിക്കുന്ന എനിക്ക് നിങ്ങൾ സാധാരണ പണക്കാരനല്ല, കോടീശ്വരൻ. ബാബു, എന്താ? ഒന്നുമില്ല, പോകാം. ബാബു, കല്യാണം ആലോചിച്ചപ്പോഴേ ഇങ്ങനെ. അപ്പം 3-4 കുട്ടികളും പ്രാരാബ്ദം കുടുംബമായി കഴിഞ്ഞാൽ നീ ആലോചിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. നീ ഇപ്പം മധുവിധുവിനെ പറ്റി ആലോചിക്കടാ. ബാബു, എന്തു പറ്റി? ബാബു, എന്താടാ കാര്യം? ഞാനൊരു കുഴപ്പത്തിലകപ്പെട്ടിരിക്കുകയാണടാ. എന്തു കുഴപ്പം? സതി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദിവസവും ഓരോ കാറിൽ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് ഞാനൊരു ലക്ഷപ്രഭുവാണെന്നാണ് അവളുടെ ധാരണ. കാർ ബംഗ്ലാവുമുള്ള ഒരു വലിയ ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നത്. നീ ഒരു സാധാരണക്കാരനാണെന്ന് നിനക്ക് അവളോട് പറഞ്ഞുകൂടെ? ഇപ്പോൾ അത് പറഞ്ഞാൽ നിരാശ കൊണ്ട് അവൾ ആകെ തകർന്നു പോകും. അത്രമാത്രം പ്രതീക്ഷകളാണ് അവൾക്കുള്ളത്. പക്ഷെ നീ അത് നേരത്തെ പറയേണ്ടതായിരുന്നു. അവൾ എന്നെ ഒരു വലിയ പണക്കാരനായിട്ടാണ് കരുതുന്നതെന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത്. വിവാഹം കഴിയുന്നതിന് മുമ്പേ കാര്യം അവളോട് പറയുന്നതാണ് നല്ലത്. ശരി, നാളെ വൈകിട്ട് കാണുമ്പോൾ പറയാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്.
11:30 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം. ബെഡ് നമ്പർ 36 അയാളെ ബ്ലഡ് ഒന്ന് പരിശോധിക്കണം. യെസ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. നിങ്ങളല്ലേ അന്ന് ഒരാളെ വയറ്റ് വേനാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്? അതെ, മണികണ്ഠൻ ഓട്ടോമൊബൈൽസിലെ മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഇരിക്കൂ. എന്റെ കാറിന്റെ കാര്യമായിരിക്കും. ദാ കീ. കാറ് വെളിയിൽ കിടപ്പുണ്ട്. 6848 എടുത്തോളൂ. ശരി. ഡോക്ടറുടെ കാറ് വിൽക്കാൻ പോവാണോ? കാറോ? വിൽക്കാനോ? ആർക്ക്? അതെ, ഇപ്പോൾ വന്നില്ലേ അദ്ദേഹത്തിന്. അദ്ദേഹം വലിയ പണക്കാരനാണ്. ആ, വലിയ പണക്കാരനാണ്. അയാളെ നമ്മുടെ ഗോപിനാഥന്റെ വർക്ക്ഷോപ്പിലെ മാനേജറാണ്. നിങ്ങൾ കള്ളനാണ്, കള്ളൻ. നിങ്ങൾ എന്നെ ചതിച്ചു, വഞ്ചിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കില്ല, ഒരു നിമിഷം പോലും ജീവിക്കില്ല. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? നിനക്കെന്താ മോളെ? ഒന്നുമില്ലമ്മേ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ജോത്സ്യരുടെ വീട്ടിൽ കയറി മുഹൂർത്തം കുറിക്കാൻ നാളെ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ വരുന്നത്. വേണ്ടമ്മേ, മുഹൂർത്തം കുറിക്കണ്ട. അതെന്താ? ഉടനെ വിവാഹം നടത്താവുന്നതിൽ സമ്മതിച്ചതല്ലേ? വിവാഹത്തെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പണക്കാരനെ കിട്ടണമെന്ന് നീ ആശിച്ചു, നിനക്കത് കിട്ടി, അയാൾക്ക് സമ്മതവുമാണ്. ഇനി എന്താണ് ആലോചിക്കാനുള്ളത്? ബാബു പണക്കാരനല്ല, ഒരു വർക്ക്ഷോപ്പിലെ മാനേജരാണമ്മേ. കാർ ആക്സിഡന്റായി ഇപ്പോൾ ആസ്പത്രിയിലാണ്. അയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല. വേണുവിന് നിന്റെ കാര്യത്തിൽ ഇപ്പോഴും താല്പര്യമുണ്ട്. നമുക്കത് ആലോചിക്കാം. ഒന്ന് വെറുതെ ഇരിക്കമ്മേ. പൊന്നാട്ടിന്നക്കരെ നിറങ്ങൾ പാടുന്ന പൂവാടിക്കപ്പുറം ഒരു ചെറുവേഴാമ്പൽ കനവുകൾ നെയ്തുപോൽ, ഒരു ചെറുവേഴാമ്പൽ കനവുകൾ നെയ്തുപോൽ അരയെന്ന പിടയായി മാറുവാൻ അവൾക്കെന്നും അഭിനിവേശം. ഒരിക്കലോ മന പൊന്നാട്ടിന്നക്കരെ നിറങ്ങൾ പാടുന്ന പൂവാടിക്കപ്പുറം. മഴമുകിൽ മാനത്തു നീന്തവേ
നിന്നവൾ മാനസ സരസിലെ പാലമൃതുണ്ണുവാൻ മാനസ സരസിലെ പാലമൃതുണ്ണുവാൻ താമര ഇതൾ മെത്ത നീർക്കുവാൻ അതിൽ വീണുറങ്ങുവാൻ അപ്സരസാകുവാൻ അതിൽ വീണുറങ്ങുവാൻ അപ്സരസാകുവാൻ സ്വയം മറന്ന വേഴാമ്പലാഗ്രഹിച്ചു പാവം ആഗ്രഹിച്ചു ഒരിക്കലോ മനപ്പൊന്നാട്ടിന്നക്കരെ നിറങ്ങൾ പാടുന്ന പൂവാടിക്കപ്പുറം ആറ്റോരം വാഴുന്നൊരാൺകിളി അവളുടെ അഴകിൽ കൊതിച്ചുപോൽ ദാഹിക്കും പക്ഷികൾ മാനത്തു നോക്കികൾ ദാഹിക്കും പക്ഷികൾ മാനത്തു നോക്കികൾ നമ്മൾക്ക് ദുഃഖങ്ങൾ പങ്കിടാം എന്നവൻ ചൊല്ലിപ്പോ അവൾ നിന്നുറഞ്ഞുപോ എന്നവൻ ചൊല്ലിപ്പോ അവൾ നിന്നുറഞ്ഞുപോ ആ കനവുടഞ്ഞു പാവം തേങ്ങിപ്പോ പാവം തേങ്ങിക്കരഞ്ഞു ഒരിക്കലോ മനപ്പൊന്നാട്ടിന്നക്കരെ നിറങ്ങൾ പാടുന്ന പൂവാടിക്കപ്പുറം ഒരു ചെറുവേഴാമ്പൽ കനവുകൾ നീരുപോൽ ഒരു ചെറുവേഴാമ്പൽ കനവുകൾ നീരുപോൽ അരയന്ന പിടയായി മാറുവാൻ അവൾക്കെന്നും അഭിനിവേശം ഒരിക്കലോ മനപ്പൊന്നാട്ടിന്നക്കരെ നിറങ്ങൾ പാടുന്ന പൂവാടിക്കപ്പുറം ബാബു ബാബു സാർ ബാബു ആസ്പത്രിയിലാണ്. എനിക്കറിയാം. ബാബുവിന് സീരിയസ് ആണ് സാർ. സാർ അവിടം വരെ പോയി അവനെ ഒന്ന് കാണണം. അവിടെ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഇല്ലേ അവനെ നോക്കാൻ? അവൻ ഇവിടെ ജോലി ചെയ്യുന്നവനാണ്. അത് ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ. രാജൻ, തനിക്ക് പോകാം. സാർ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ ആ ലേഡി ഡോക്ടർ കാർ എടുത്തുകൊണ്ട് ഇടിച്ച് നശിപ്പിച്ചില്ലേ? കാർ ഓടിച്ചു നോക്കിയപ്പോ അപകടം പറ്റി. കാർ ഓടിച്ചു നോക്കേണ്ടത് ഓവർ സ്പീഡിലല്ല. കാർ നശിച്ചെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് പണം കിട്ടില്ലേ? അതെന്റെ ബിസിനസിനെ ബാധിക്കില്ലേ? ഭയന്നിട്ടല്ലാതെ ഇനി ആരെങ്കിലും കാർ എന്റെ വർക്ക്ഷോപ്പിലേക്ക് അയക്കുമോ? നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ബാബുവിന്റെ ജീവനെ കുറിച്ചാണ്. അവന്റെ ജീവനേക്കാൾ എനിക്ക് വലുത് എന്റെ ബിസിനസ്സാണ്. ഈ വർക്ക്ഷോപ്പ് തുടങ്ങുന്ന കാലത്ത് പൊളിഞ്ഞ ഒരു ഷെഡല്ലാതെ മറ്റെന്താണ് ഉണ്ടായത്? ബാബുവും ഞാനും രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെട്ടതിന്റെ ഫലമായാണ് ഇന്ന് ഈ വർക്ക്ഷോപ്പ് ഈ നിലയിലെത്തിയത്. ഞാനും ഈ സ്ഥാപനവും വളർന്നത് എന്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. ഞാൻ തർക്കിക്കുന്നില്ല. കുറെ ദിവസത്തേക്ക് ബാബുവിന്റെ അടുത്ത് ആരെങ്കിലും വേണം. ഞാൻ ആസ്പത്രിയിൽ അവന്റെ അടുത്ത് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. പോയി ഇരുന്നൂടെ? അതിന് എന്റെ അനുവാദം വേണം. വേണം സാർ, എനിക്ക് ലീവ് തരണം. ഇല്ല, ലീവ് തരാൻ പറ്റില്ല. ഇവിടെ തീർത്താൽ തീരാത്ത ജോലിയുണ്ട്. താൻ പോയി ജോലി ചെയ്യണം. സാർ, ബാബുവിനെ ശുശ്രൂഷിക്കാനാണ് ഞാൻ ലീവ് ചോദിക്കുന്നത്. അയാളും ഈ സ്ഥാപനവുമായി ഒരു ബന്ധവുമില്ല. അയാൾ സുഖമായി തിരിച്ചു വന്നാൽ തന്നെയും ഞാൻ അയാൾക്ക് ജോലി കൊടുക്കില്ല. സാർ, എനിക്ക് ലീവ് തരില്ല അല്ലേ? ഇല്ല, തരില്ല. നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ജോലി ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എനിക്ക് ലീവ് തന്നില്ലെങ്കിൽ ഞാൻ ജോലി ഉപേക്ഷിച്ച് പോവുകയാണ്. Get out. ഞാൻ ജോലി ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്ത് ഗെറ്റ് ഔട്ട്? സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കാന്നാണ് അർത്ഥം. ലളിതേ, എന്തായി? നീ ആശയൊക്കെ നിനക്ക് കിട്ടിയോ? ഞാൻ മനക്കോട്ട കിട്ടിയതല്ലേ. കാറ്റും മഴയും വന്നപ്പോ അതൊക്കെ പൊളിഞ്ഞു വീണു. എടി രാധേ, നിനക്കറിയാമോ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ദിവസവും ഓരോ കാറിലാണ് സഞ്ചരിക്കുന്നത്. ഒരു സൈക്കിളെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്.
ലക്ഷ്മിയുടെ വീടിന്റെ കടം 5000 രൂപ കൊടുത്തു തീർക്കാമെന്ന് കാര്യമായിട്ട് പറഞ്ഞതാണ്. എന്തു ചെയ്യാം, കോടീശ്വരൻ വെറും ഒരു സാധാരണ മാനേജറായി പോയി. എന്തിനാണ് വെറുതെ കളിയാക്കുന്നത്? ഞാൻ നിന്നെയല്ല പറഞ്ഞത്, കാറും ബംഗ്ലാവും ഒക്കെ സ്വപ്നം കണ്ട് അഹങ്കരിച്ചില്ലേ, അവരെയാണ്. കഷ്ടം, മനുഷ്യൻ ഇങ്ങനൊരു നാണക്കേട് പറ്റാനില്ല. ലക്ഷ്മി, സതി ജോലി റിസൈൻ ചെയ്തു. എന്താ കാര്യം എന്നറിയാമോ? എന്താ ഒന്നും മിണ്ടാത്ത? ഡോക്ടറുടെ കാർ എടുത്തുകൊണ്ടുപോയി ആക്സിഡന്റ് ആക്കിയില്ലേ? അയാളും സതിയും തമ്മിൽ വിവാഹം വരെ ഉറച്ചതാണ്. അയാൾ കോടീശ്വരനാണെന്നാണ് അവൾ പറഞ്ഞു നടന്നത്. ഇപ്പോ സത്യം അറിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും അവളെ പരിഹസിക്കാൻ തുടങ്ങി. അത് സഹിക്ക വയ്യാഞ്ഞിട്ടാണ് അവൾ രാജി എഴുതി വെച്ചിട്ട് പോയത്. വേഗം ഒരിക്കടി, ചേച്ചിക്ക് ജോലിക്ക് പോവാൻ സമയമായി. ഇപ്പൊ തരാമേ. മോളെ, നീ കുളിക്കുന്നില്ലേ? മണിയെത്തായി. എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്ന് ജോലിക്ക് പോണ്ടേ? ഇന്നു മുതൽ ജോലിക്ക് പോകണ്ടമ്മേ. മോളെ, ഞാൻ ജോലി രാജിവെച്ചു. കൂടെ ജോലി ചെയ്യുന്നവരുടെ കുത്തുവാക്കുകൾ എനിക്ക് സഹിക്കാൻ വയ്യമ്മേ. കരയാതെ മോളെ, കരയാതെ. നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ കരയരുത്. അമ്മയ്ക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ ആശ്വസിപ്പിച്ചു. ഇപ്പോ നീ കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മോളെ? മോനെ, കാപ്പി കുടിക്കൂ. ഓഫീസിൽ പോകാൻ സമയമായി. നീ എന്താണ് ആലോചിക്കുന്നത്? സതിയുടെ കാര്യം. അവളെ രക്ഷിച്ച കൊള്ളാവുന്നുണ്ട്, കഴിയുന്നില്ല. നീ എന്തിനാണ് ഇനി അവളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്? നീ നിന്റെ ജോലി നോക്ക്. ആ, കാപ്പി കുടിക്ക. സതി, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇവൾ ഒന്നും പറയാതെ രാജിക്കത്ത് എഴുതി ടേബിളിൽ വെച്ചിട്ട് പോന്നു കളഞ്ഞു. സതി, ജോലിയില്ലാതെ നീ എങ്ങനെ ജീവിക്കും? എനിക്ക് ജീവിക്കണമെന്നില്ല ഡോക്ടർ. അതുകൊള്ളാം. ഒരിക്കലും ഒരു നിരാശക്തി എന്ന് വിചാരിച്ച് ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കണോ? നാളെ മുതൽ നീ ജോലിക്ക് വരണം. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി അവിടെ ജോലിക്ക് വരില്ല. ഡോക്ടർ, ഇവളൊരാളെ സ്നേഹിച്ചു. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇഷ്ടമാണ് ഡോക്ടർ ഈ കുടുംബത്തിന്റെ തണല്. അമ്മ പറയുന്നത് കേട്ടോ? ശരി, നീ എന്റെ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യില്ലെങ്കിൽ പോട്ടെ, ഞാൻ മറ്റൊരു സ്ഥലത്ത് ജോലി വാങ്ങിച്ചു തരാം. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു പെണ്ണിനെ ശുശ്രൂഷിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ നിനക്ക് വീട്ടിൽ വരാം. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു. താങ്ക് യു ഡോക്ടർ. നമ്മൾ പോകുന്നത് മിസ്റ്റർ CP മേനന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിന്റെ മകളുടെ തലയിലെ നെർവ്സിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. 2 ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. ആ കുട്ടിയുടെ പേര് സിന്ധു. ഒരാളുടെ സഹായം അല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന സൂക്ഷിക്കും. എന്റെ ഡ്യൂട്ടി ഞാൻ ശരിക്കും ചെയ്യും ഡോക്ടർ. അതെനിക്ക് അറിഞ്ഞൂടെ? സതി, 600 രൂപ ശമ്പളം തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. ഇതാണ് മിസ്റ്റർ മേനന്റെ ബംഗ്ലാവ്. ഇറങ്ങും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. സതി. യെസ് ഡോക്ടർ. ഇതാണ് ഞാൻ പറഞ്ഞ നഴ്സ്. സിന്ധുവിനെ നല്ലപോലെ നോക്കിക്കോളൂ. വന്നിട്ട് ഡോക്ടർ, മുകളിലോട്ട് പോകാം. വരൂ. സിന്ധു, മോളെ സിന്ധു. സിന്ധുവിനെ കണ്ടില്ലല്ലോ ഡോക്ടർ. എവിടെ പോയി? സിന്ധു മോളെ. അയ്യോ, എന്ത് പറ്റി മോളെ? പതുക്കെ പതുക്കെ.
പതുക്കെ. ഓ, ആ, നീ എന്തിനാ സിന്ധു എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത്? ഒരേ കിടപ്പ്. എത്ര നാളായി ഡോക്ടർ, കിടന്ന് മടുത്തു. റേഡിയോ ഓൺ ചെയ്യാമെന്ന് കരുതി പോയി. തല കറങ്ങി വീണു. മോളെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ പോരെ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സിന്ധു? ചിലപ്പോ വല്ലാത്ത തലവേദന ഡോക്ടർ. തല ഇത്രയും വലുതായി വരുന്നെന്ന് തോന്നുന്നു. സാരമില്ല, നിനക്ക് വേഗം സുഖമാകും. ഇത് സതി നിന്നെ നോക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന് കൂടെ എപ്പോഴും കാണും. നിന്റെ എല്ലാ കാര്യങ്ങളും സതി നോക്കിക്കൊള്ളും. സതി, മരുന്നും ഇഞ്ചക്ഷനെല്ലാം കൃത്യമായി കൊടുക്കണം. എല്ലാം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ. സിന്ധു, ഞാൻ വരട്ടെ? പോരുത്. ഡോക്ടർ, സതിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ? ഇല്ല, സിന്ധുവിനെ എന്റെ മകൾ ഈ നിലയിലായത് എങ്ങനെയാണെന്ന് സതി കൂടെ അറിഞ്ഞുകൊള്ളട്ടെ ഡോക്ടർ. സതി പൊട്ടിച്ചിരിക്കാൻ മാത്രം അറിയാവുന്നവളായിരുന്നു. ഇന്നവൾക്ക് കരയാൻ മാത്രമേ കഴിയൂ. ഞാനും എന്റെ ഭാര്യയും മകനും മകളും ഈ വീട്ടിൽ എത്ര സന്തോഷത്തോടെയാണ് താമസിച്ചിരുന്നത്. കള്ളക്കളി കളിച്ചില്ലേ? ഞാൻ നേരെ അവര് തമാശ കാണിക്കില്ല. നീ കാപ്പി കൊടുത്താ എനിക്ക് കാപ്പി അവർ ഓർഡർ എനിക്ക് കൊടുക്കാൻ ദുഃഖം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുടുംബസഹിതം കാലിക്കറ്റിലേക്ക് പോവുകയായിരുന്നു. എന്റെ മകനാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. നല്ല ഒന്നാന്തര സ്വരാതി. നമുക്കിവിടെ ഒരു സ്ഥലമാണ് നല്ല വീടുള്ളത്. എന്നാ നമുക്കിവിടെ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? അയ്യോ, എന്റെ മകനും ഭാര്യയും മരിച്ചു. മകൾ ഈ നിലയിലുമായി. ഞാനും ഒന്ന് മരിച്ചിരുന്നെങ്കിൽ അവളുടെ ദുഃഖം കാണാതെ കഴിയാമായിരുന്നു. ഓർമ്മിക്കാനുള്ള കഴിവെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ. ഇങ്ങനെ നിരാശപ്പെട്ടാൽ എങ്ങനെ? സിന്ധുവിന് നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? അവൾക്ക് സുഖമാകുമോ ഡോക്ടർ? തീർച്ചയായും. ഇതുപോലെ എത്രയോ കേസുകൾ സുഖമായിട്ടുണ്ട്. ഡോക്ടറുടെ ഈ വാക്കുകളാണ് എന്നെ ജീവിപ്പിക്കുന്നത്. 2-3 മാസത്തിനകം അവളുടെ അസുഖം മാറും. മിസ്റ്റർ മേനൻ ധൈര്യമായിരിക്കൂ. തലവേദന കിടന്ന് പിടയുകയാണ് ഡോക്ടർ. അത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അവളുടെ നേഴ്സിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ന്യൂറോ സർജൻ ഡോക്ടർ രാമചന്ദ്രൻ അമേരിക്കയിൽ പോയിരിക്കുകയാണ്. 1 മാസത്തിനകം വരും. വന്നായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം. അവളെ എങ്ങനെ സുഖമാക്കണം ഡോക്ടർ? അവളുടെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ സമാധാനമായിരിക്കൂ. ഞാൻ വരട്ടെ? ശരി ഡോക്ടർ, ഞാൻ പോട്ടെ. ഇരിക്കൂ. ഡോക്ടർ എല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ. അന്ന് മരിച്ചാൽ മതിയായിരുന്നു. പാവം
അച്ഛൻ എന്നെ ഓർത്ത് എന്തുമാത്രം വേദനിക്കുന്നു. സിന്ധു, സിന്ധുവിന് വേഗം സുഖമാകും. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വേദനിക്കരുത്. കഴിഞ്ഞതൊന്നും മറക്കാൻ കഴിയുന്നില്ല സതി. ഞാൻ എന്തിനെ എത്ര വലിയ ബംഗ്ലാവ്, എന്ത് സൗകര്യം. കോടീശ്വരന്റെ വീട് എങ്ങനെ ഇരിക്കുമെന്ന് വായിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിൽ കാണാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത്. കുറെ നേരം ഞാൻ അങ്ങനെ നോക്കി നിന്നുപോയമ്മേ. ഐശ്വര്യമുണ്ടായിട്ടും അനുഭവിക്കാൻ അവിടെ ആളില്ലമ്മേ. നമുക്ക് ആശയുണ്ട്, അനുഭവിക്കാൻ ആളുമുണ്ട്. ഐശ്വര്യം മാത്രമില്ല, എല്ലാം. അമ്മേ, ഞാൻ പോകുന്നമ്മേ. അടുത്ത ആഴ്ച വരാം. പഴയ പോലെ ചിലവ് ചുരുക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ചിലവാക്കിക്കോ. രജനി ചോദിക്കുന്ന എല്ലാം വാങ്ങിക്കൊടുക്കൂ. ആ പെണ്ണിന് വേഗം സുഖമായാൽ 5000-ഓ 10,000-ഓ അദ്ദേഹം വെറുതെ തരും. ഞാനിപ്പോ വരാം. വരൂ. എന്താ? വേണു, ഞാനിപ്പോ നഴ്സിംഗ് ഹോമിലല്ല, ഒരു വീട്ടിൽ താമസിച്ച് രോഗിയെ ശുശ്രൂഷിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. വീട്ടിൽ അമ്മ അനിയത്തി മാത്രമേ. ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഫോൺ ചെയ്യൂ. നന്നായി പുസ്തകം. ഇതിനുള്ളിൽ ഈ ഫോട്ടോ. ഐ എം സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. രജനിയുടെ കയ്യിൽ ഇയാൾക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ? അതെടുത്തതും പോരാഞ്ഞിട്ട് കള്ളവും പറയുന്നു. രാജൻ, എന്താടാ നീ ഇങ്ങനെ? ബാബു വണ്ടി അവന് വേണ്ടി മുതലാളിയുമായിട്ട് വഴക്കുണ്ടാക്കി ഞാൻ ജോലി ഉപേക്ഷിച്ചു. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? രാത്രി ബാബുവിന് കാവലിരിക്കും, പകല് ജോലി അന്വേഷിച്ച് നടക്കും. എന്തായാലും നീ ജോലി ഉപേക്ഷിച്ച് മോശമായിപ്പോയി. എന്റെ സ്നേഹിതന് വേണ്ടി കഷ്ടപ്പെടുന്നത് അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ നീ ഇങ്ങനെ അലയേണ്ടത് തന്നെ. ന്യായത്തിനെതിരായിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. ആദർശമൊക്കെ കളഞ്ഞ് മുതലാളിയുടെ കാലിൽ വീണ് ഹാജരാവാൻ നോക്ക്. ഞാൻ ഇനി ആളുടെ അടുത്ത് പോവില്ല. നീ എനിക്കൊരു 10 രൂപ കടം തരാം. ഉള്ള ജോലി കളഞ്ഞിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നിനക്ക് ഞാൻ 10 പൈസ തരില്ല. പോടാ പോ, ഇരിക്കാതിരിക്കൊന്നുമില്ല. എന്താ സാർ, കാർ സ്റ്റാർട്ട് ആകുന്നില്ല? ഇല്ലല്ലോ. എനിക്ക് റിപ്പയർ അറിയാം, ഞാൻ നോക്കട്ടെ. നോക്ക്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്ക് സാർ. സ്റ്റാർട്ടായി. റിപ്പയർ ചെയ്യുന്ന എന്തെങ്കിലും? എന്താ? അയ്യോ സാർ, എന്താണ് ഈ പറയുന്നത്? മര്യാദക്ക് പോയിക്കോ, പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. എടാ മഹാഭാവി, പോകുന്ന പോക്കിൽ 4 വീലും പഞ്ചറായി പോകുമടാ. എവിടെയെങ്കിലും ഇടിച്ച് തൊലയും. മര്യാദക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. കുറുക്ക് വഴിയെങ്കിൽ കുറുക്ക് വഴി. ഞാനും ഒന്ന് നോക്കട്ടെ ജീവിക്കാൻ സാധിക്കുമോ. സതി, എന്താ സിന്ധു? എനിക്ക് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും തരൂ. സിന്ധുവിന് ശ്വാസമുട്ടലുണ്ട്, ഐസ് കഴിക്കാൻ പാടില്ല. മരുന്ന് കുടിക്കൂ. ഈ മരുന്നിന് വല്ലാത്ത കയ്പ്. എനിക്ക് വേണ്ട, പ്ലീസ്. സിന്ധു, കുട്ടികളെ പോലെ നിർബന്ധം പിടിക്കരുത്. കുടിക്കൂ. 4 മാസമായി ഞാൻ കഴിക്കാത്ത മരുന്നില്ല. ഈ മരുന്നെല്ലാം കഴിച്ചിട്ടും ഒരു ഗുണവുമില്ല. സതി, ഞാൻ ജീവിക്കില്ല. ഇനി എനിക്ക് കുറച്ച് നാള് കൂടിയേ ഉള്ളൂ. അതുവരെയെങ്കിലും സമാധാനമായി ജീവിച്ചോട്ടെ. പ്ലീസ്, എനിക്ക് ഈ മരുന്ന് വേണ്ട. മരുന്നുകൊണ്ട് മാത്രം അസുഖം മാറില്ല സിന്ധു. ജീവിക്കില്ല എന്ന വിചാരം ഉപേക്ഷിക്കണം. ധൈര്യമായിരിക്കൂ. ഇതാ മരുന്ന് കുടിക്കൂ. വേണ്ട സതി, അങ്ങനെ പറയരുത്. കുടിക്കൂ.
സതി എന്ത് പറ്റി സാർ? ഇത് സ്റ്റാർട്ടാകുന്നില്ല. ഞാനൊരു മെക്കാനിക്കാണ്, നോക്കട്ടെ സാർ. ശരി, നോക്ക്. അത് തുറക്കട്ടെ. ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട്. ഓ, അതൊന്നും വേണ്ട സാർ. വെച്ചോ. ലോകം മുഴുവൻ ചതിയും വഞ്ചനയും. ഞാൻ ഒരുത്തം മാത്രം നല്ലവനായിട്ട് എന്ത് കാര്യം? ശരി, അടുത്ത കാർ നോക്കാം. മുതലാളി ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് 2-3 നോട്ടീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ ആഫീസ് അടച്ചിടേണ്ടി വരും. ഞാനിനി ബിസിനസ് ചെയ്ത് ആർക്ക് വേണ്ടി സമ്പാദിക്കണം? എല്ലാം എങ്ങനെയും നശിക്കട്ടെ. മുതലാളി, ദേവസ്യ പോയിക്കൊള്ളൂ. സർ, ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. എല്ലാം എങ്ങനെയെങ്കിലും പോട്ടെന്ന് കരുതിയാൽ പിന്നീട് ആവശ്യം വരുമ്പോൾ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുമോ? എന്റെ മകൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കി നടത്തിയിരുന്നത്. അന്നും ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ സിന്ധുവിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് തോന്നുന്നു. മാനസികമായി ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ് നോക്കാൻ എനിക്ക് കഴിയുകയില്ല. പറയുന്നത് ശരിയാണ്. ബിസിനസ് നോക്കാൻ ഒരു മാനേജറെ നിയമിച്ചൂടെ? ശരി, നോക്കാം. സതി, സതി, മരീചികേ മരീചികേ നിരാശ തന്ന പാരതേ പ്രതീക്ഷ വിൽക്കുന്നു നീ. മരീചികേ മരീചികേ നിരാശ തന്ന പാരതേ പ്രതീക്ഷ വിൽക്കുന്നു നീ. നിൻ പാഴ്ത്തുടിപ്പുകൾ തൻ മിന്നലിൽ സുഖം ഓമിച്ച സഞ്ചാരി ഞാൻ. കഥകളാകും നീ ഹൃദയ
ഹൃദയദാഹമാകും. ഇനി പൂവുകൾ വിടർത്തും മരുഭൂവിലെന്നു ചൊല്ലും. എനിക്കും നൽകി തിരിച്ചു വാങ്ങി, എനിക്കും നൽകി തിരിച്ചു വാങ്ങി വസന്തവ്യാമോഹം നീ. മരീചികേ മരീചികേ നിരാശ തൻ പാരതേ, പ്രതീക്ഷ വിൽക്കുന്നു നീ. ഒരു പനത്തണലിനാൽ ഞാൻ നടന്നിതൊട്ടകം പോ. ഒരു നിമിഷ വിഭ്രാന്തിയിൽ ഞാൻ കുതിരയായി പറന്നു. ഇടറി വീണു എരിയും മണലിൽ, ഇടറി വീണു എരിയും മണലിൽ. എവിടെ തണ്ണീർ പന്തൽ? മരീചികേ മരീചികേ നിരാശ തൻ പാരതേ, പ്രതീക്ഷ വിൽക്കുന്നു നീ. നിൻ പാട്ടുടിപ്പുകൾ തൻ മിന്നലിൽ സുഖം ഹോമിച്ച സഞ്ചാരി ഞാൻ, ഹോമിച്ച സഞ്ചാരി ഞാൻ. സതി, നീ എന്നെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഇല്ല സതി, ഇല്ല. ഇത്ര അടുത്തിടപഴകിയിട്ടും നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു വലിയ പണക്കാരനാണെന്ന് എന്റെ മുമ്പിൽ അഭിനയിച്ചില്ലേ? നീ എങ്ങനെ ധരിച്ചു? അതെന്റെ കുറ്റമല്ല. എന്നെ കുറ്റപ്പെടുത്താനായിരിക്കും ഭാവം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതാണ് എന്റെ തെറ്റെങ്കിൽ ഞാൻ എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഒടുവിൽ തെറ്റെന്റേതായി ഇല്ലേ? ഞാൻ ദിവസം ഒരു കാർ സഞ്ചരിച്ചു. അതെല്ലാം എന്റേതാണെന്ന് ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു വലിയ പണക്കാരനാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നീ എന്നെ അങ്ങനെ ധരിച്ചു. വളരെ വൈകിയാണ് ഞാനത് അറിഞ്ഞത്. സതി, നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ നിന്നോട് സത്യം തുറന്നു പറയണമെന്ന് കരുതി. സാധിച്ചില്ല. ഞാൻ ആസ്പത്രിയിലായിപ്പോയി. നീ ഇപ്പോൾ വളരെ അകലെയാണ്. വീണ്ടും അടുക്കാനല്ല, നീ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല. ഞാൻ വരാം. ബാബു, എനിക്ക് കിട്ടേണ്ടതിലേറെ ഞാൻ ആശിച്ചു. അത് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനായത്. എന്നോട് ക്ഷമിക്കൂ. സതി. ബാബു. ബാബു, 10 രൂപ ചെലവിനിരിക്കട്ടെ. രാജ, നീ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ കൂടെ വരട്ടെ? എന്തിന്? അവിടെ എനിക്കൂടെ ഒരു ജോലി കിട്ടുമെന്ന് നോക്കാം. അവിടെ ജോലി ഒഴിവില്ല ബാബു. നിന്റെ മുതലാളി എനിക്ക് പരിചയപ്പെടുത്ത ജോലി ഞാൻ വാങ്ങിച്ചോളാം. മുതലാളി ഞാൻ തന്നെയാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വാടാ, പോകാം. ബാബു, വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. ഞാൻ സ്വതന്ത്രമായാണ് ജോലി ചെയ്യുന്നത്. എങ്കിൽ നന്നായി. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാം. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലി നീ ചെയ്യരുത്. അതെന്താ? വർക്ക്ഷോപ്പിലെ പണിയല്ലേ നീ ചെയ്യുന്നത്? പണി വർക്ക്ഷോപ്പിലേത് തന്നെ. ജോലി ഉണ്ടാക്കിയെടുക്കുന്ന രീതി പുതിയതാണ്. അതെന്തോ ആകട്ടെ, നീ എന്ത് ജോലി ചെയ്യുന്നോ അത് ഞാനും ചെയ്യും. ജീവിക്കണം, എനിക്ക് അത്രേ വേണ്ടു. ചിലപ്പോ നല്ല തല്ല് കിട്ടിയെന്ന് വരും. തല്ല? എന്തിന്?
ജോലി അന്വേഷിച്ച് അലഞ്ഞലഞ്ഞ് നടന്നു മടുത്തു. ആരും ജോലി തന്നില്ല. നീ ആസ്പത്രിയിൽ പണം വേണ്ടേ? റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ വയർ ആരും കാണാതെ ഞാൻ അഴിച്ചുവിടും. ഓണർ വന്ന് സ്റ്റാർട്ടാവില്ല. ഞാൻ റിപ്പയർ ചെയ്ത് കാശുണ്ടാക്കും. ഇതാണ് നീ ചെയ്യുന്ന ജോലിയെങ്കിൽ ഇന്നത്തോടെ നിർത്തുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മളെങ്ങനെ ജീവിക്കോടാ? ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ആളുകളെ കളിപ്പിക്കുന്നത് ശരിയല്ല. ലോകത്തിലെല്ലാവരും ഒരുത്തൻ മറ്റൊരുത്തനെ കളിപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത്. നീ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാതെ ഇന്നു മുതൽ ഈ തൊഴിൽ നീ നിർത്തണം. നമുക്ക് വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ജോലി അന്വേഷിക്കാം. ബാബു, എന്താ സതി രാവിലെ തന്നെ? ബാബുവിനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. താങ്ക്സ്. വരൂ പോകാം. സതി, എനിക്കും കൂടി എന്തെങ്കിലും. രാജന് ഒരു ജോലി വാങ്ങിത്തരാം. ആദ്യം ബാബു ജോയിൻ ചെയ്യട്ടെ. ശരി, വരട്ടെടാ. നീ പോട്ടു. ഞാൻ BA വരെ പഠിച്ചു. എനിക്ക് പറ്റിയ ജോലി കിട്ടായിരുന്നതുകൊണ്ട് കുറെ കാലം ഒരു വർക്ക്ഷോപ്പിൽ മാനേജറെ ജോലി ചെയ്തു. കാര്യങ്ങളെല്ലാം സതി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? ഓ, പറഞ്ഞു. എനിക്കിവിടെ വീട്ടിൽ തന്നെ ഒരു ഓഫീസുണ്ട്. എന്റെ മകനാണ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ആ ചുമതലകളെല്ലാം ഞാൻ ബാബുവിനെ ഏൽപ്പിക്കുന്നു. എന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ശരി സാർ. സതി, ബാബുവിനെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ബൈ ദ വൈ, കുറെ ലെറ്റേഴ്സും പേപ്പേഴ്സും എല്ലാം പെൻഡിങ്ങിലുണ്ട്. ഞാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം നോക്കി വേണ്ട പോലെ ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ശരി. വരൂ. കൂടെ ചെല്ലു. ഇതാണ് നിങ്ങളുടെ ഓഫീസ് റൂം. രാവും പകലും കഷ്ടപ്പെട്ടാലും ഇത് വൃത്തിയാക്കണമെങ്കിൽ ഒരു മാസം വേണം. വിഷമിക്കണ്ട, അതിനനുസരിച്ച് ശമ്പളം തരാം. എനിക്ക് ശമ്പളം വേണ്ട, നീ എന്റെ അടുത്തിരുന്നാ മതി. വിടൂ, ആരെങ്കിലും കണ്ടാൽ വിടുന്നേ. ഞാൻ വിട്ടു, നീ എന്നെ വിട്, എനിക്ക് ജോലി ചെയ്യണം. സതി, സതി, സതി. യെസ്, നിങ്ങൾ ആരാണ്? ഞാൻ ബാബുവാണ്. സതി അവിടെ ഇല്ലേ? മെഡിക്കൽ ഷോപ്പ് വരെ പോയിരിക്കണം. നിങ്ങൾ വിളിച്ചാൽ എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ വരുന്നു. മാഡം, വെള്ളം. നിങ്ങൾ പുതിയ മാനേജറാണല്ലേ? അതെ, ബാബു. അച്ഛൻ പറഞ്ഞു. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുകയാണ്. അല്ല, അന്നൊരു ദിവസം നമുക്കൊരു പിക്ചറിന് പോവാം. ഏത് പിക്ചറിനെ? ഏതെങ്കിലും ഒരു പിക്ചർ. നമുക്കിപ്പോ പോയി ടിക്കറ്റ് കിട്ടും. ശരി, നമുക്ക് പോയി ട്രൈ ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ വേറെ തിയേറ്റർ പോകാം. ശരി. ഹായ് സിന്ധു. എന്താ സുഖം തന്നെയല്ലേ? സുഖം തന്നെ. നിങ്ങൾ എന്താ ഇത്? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? മറവി അല്ലേ? എന്നെ മനസ്സിലായില്ലേ? കുരുത്തം കെട്ടവളെ, ഞാൻ തന്നെ. ഇനിയും മനസ്സിലായില്ലേ? സിന്ധു, ഞാൻ തന്നെ. എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ അച്ഛനും നിന്റെ അച്ഛനും വലിയ കൂട്ടുകാരാണ്. എനിക്ക് നീ കോഫി കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടില്ലേ? എന്റെ പേര് ബാബു. ഇപ്പോഴും നിനക്ക് ഓർമ്മയില്ലേ? അതെ അതെ. ശരി, നിന്റെ അച്ഛനെ ചോദിച്ചാൽ പറയും. ഇവരൊക്കെ നിന്റെ കൂട്ടുകാരികളാണോ? അതെ. ഐ സി. നിങ്ങളൊക്കെ ഇനി ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് മുഴുവൻ ആലോചിച്ചു. അച്ഛനോട് ചോദിച്ചു. ബാബു ആരാണെന്ന് അറിഞ്ഞുകൂടെന്ന് അച്ഛൻ പറഞ്ഞു. അതൊരു തമാശ. ജസ്റ്റ് ഫോർ ഫൺ. പ്ലീസ് എക്സ്ക്യൂസ് മീ. എന്റെ പേര് എങ്ങനെ മനസ്സിലാക്കി? അത് വെറുതെ ഒരു പേര് വിളിച്ചു. ഇപ്പോഴും
ആ സ്വഭാവമുണ്ടോ? നോനോ, അതെല്ലാം ഞാൻ നിർത്തി. ഇപ്പൊ ഞാൻ വലിയ മര്യാദക്കാരനാണ്. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. പ്ലീസ്, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയൂ. ഫ്രിഡ്ജിൽ നിന്ന് ഒരു കൊക്കോകോല വേണം. ഇപ്പൊ കൊണ്ടുവരാം. എന്താ ഇത്? കൊക്കോകോള. അത് മനസ്സിലായി. സിന്ധുവിന് എപ്പോ എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. അതിനാണ് എനിക്ക് ശമ്പളം തരുന്നത്. നിങ്ങളുടെ ജോലി ഓഫീസ് റൂമിൽ. ഇദ്ദേഹത്തിനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ചോദിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് കൊണ്ടു തന്നത്. ഇതാ, ഞാൻ കുടിച്ചില്ല. ഞാൻ പോകുന്നു. സിന്ധു, സിന്ധുവിന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അസുഖം ഭേദമാകുന്നതുവരെ ഐസ് കഴിക്കരുത്. രാജൻ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചു വിളിക്കാനാണ് ഞാൻ വന്നത്. ബാബു എവിടെ? അവന് വേറെ സ്ഥലത്ത് ജോലി കിട്ടി സാർ. മിസ്റ്റർ CP മേനന്റെ PA, മാനേജർ, ഓൾ ഇൻ ഓൾ. എനിക്ക് മാത്രം ജോലിയില്ല. ക്ഷമിക്കൂ രാജൻ, നിങ്ങൾ രണ്ടുപേരും പോയതിനു ശേഷമാണ് എനിക്കും എന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്കും വേണ്ടി നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളായിരുന്നു എന്റെ ബിസിനസിന്റെ എല്ലാം. നിങ്ങൾ പോയതിനു ശേഷം വർക്ക്ഷോപ്പിലെ ബിസിനസ് എല്ലാം വളരെ മോശമായി. നടന്നതെല്ലാം മറന്നിട്ട് നാളെ തന്നെ ജോലിക്ക് വരും. എന്തിന് നാളത്തേക്കാക്കുന്നു സാർ? ഞാൻ ഇപ്പൊ തന്നെ വരാം. അത്രയ്ക്ക് വിഷമമുണ്ട്. ഇതിലൊരു ഒപ്പിടണം. എന്തിനാ? ഇൻകം ടാക്സ് അപ്പീൽ. ചെസ് വലിയ ഇഷ്ടമാണല്ലേ? നേരം പോക്കിനെ എന്തെങ്കിലും വേണ്ടേ? തനിയെ കളിക്കുന്നതിന് സതിയെ കൂടെ വിളിച്ചൂടെ? സതിക്ക് ചെസ് കളിക്കാൻ അറിയാമോ? ബാബുവിനറിയാമോ? കുറേശ്ശെ. എനിക്കും അത്രേ അറിയൂ. നമുക്ക് ഒരു കളി കളിക്കാം. എനിക്കിപ്പോ ഇൻകം ടാക്സ് ഓഫീസിൽ പോണം. എന്റെ കൂടെ കളിക്കില്ലേ? വൈകിട്ട് 4 മണിക്ക് കളിക്കാം. 4 മണിക്ക് വരുമല്ലോ? തീർച്ചയായും വരാം. സോറി, അല്പം ലേറ്റായി. ഇരിക്കൂ. കളിക്കാം. കളിക്കൂ. ലേഡീസ് ഫസ്റ്റ്. കളിക്കൂ. നോ നോ, യു പ്ലേ ഫസ്റ്റ്. സിന്ധു, ഹാർലിക്സ് കൊണ്ടുവരട്ടെ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ബാബു, നിങ്ങൾക്ക് കോഫി? ഡബിൾ സ്ട്രോങ്. ചെക്ക്. സിന്ധു ചെസ്സിൽ എക്സ്പെർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതാണ് തോറ്റത്. അതോ പാവം സിന്ധു എന്ന് കരുതി മനഃപൂർവ്വം തോറ്റു തന്നതാണോ? നോനോ, സിന്ധു ചെസ്സിൽ എക്സ്പെർട്ട് തന്നെ. ഒരു കളി കൂടി. ഓക്കെ. സിന്ധു, ചെസ് കളിക്കുന്നത് തലച്ചോറിന് സ്ട്രെയിനാണ്. മതിയാക്കൂ. ഓ സോറി. ഒരു സ്ട്രെയിനും ഇല്ല. ബാബു കളിക്കൂ.
എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കളിക്കാമെന്ന് സമ്മതിച്ചതല്ലേ? ഈ സതിയാണ്. ഞാൻ വരട്ടെ? പ്ലീസ് ഇരിക്കൂ. സതി, ഒരു കളി കൂടി പ്ലീസ്. സമയം 8:30 ഇനി നാളെ. ഗുഡ് നൈറ്റ്. സിന്ധു, എന്താ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാബു, മണി എത്രയെന്നറിയാമോ? 8:30. ഇത്രയും നേരം ചെസ് കളിച്ചില്ലേ? പാവം പെണ്ണ്, അവൾക്ക് എന്റർടൈൻമെന്റിന് എന്തെങ്കിലും വേണ്ടേ? ബാബുവിന്റെ ഈ പോക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ പറയുന്നേ? സിന്ധുവിന്റെ കൂടെ ഇങ്ങനെ അടുക്കുന്നത് ശരിയല്ല. സതി, നിനക്കെന്നെ വിശ്വാസമില്ലേ? അതല്ല ബാബു, സിന്ധുവും എന്നെപ്പോലൊരു പെണ്ണല്ലേ, അവൾക്കും ആശകളില്ലേ? ശരിയാണ്. ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. ബാബു, 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 ബാബു ഒന്ന് ഇങ്ങോട്ട് വരൂ. ഇതാ വരുന്നു. എന്തിനാ വിളിച്ചത്? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് ജോലിയുണ്ട്. ഓ, ജോലി? വലിയൊരു ജോലി. വരൂ, നമുക്ക് കളിക്കാം. ഇല്ല, ഞാൻ കളിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് കളിക്കുന്നോ ഇല്ലയോ? എന്താ മോളെ ബാബോയെ വഴക്കുണ്ടാക്കുന്നത്? ചെസ് കളിക്കാൻ വിളിച്ചിട്ട് ജോലി ഉണ്ടെന്ന്. ഇവൾക്ക് ചെസ് എന്ന് പറഞ്ഞാൽ വലിയ ഭ്രാന്താ. ബാബുന് ചെസ് കളിക്കാൻ അറിയാം. നന്നായിട്ട് ചെസ് കളിക്കും അച്ഛാ. എന്റെ കൂടെ കളിച്ചിട്ടുണ്ട്. ഞാൻ ചെസ് കളിച്ചാൽ എന്റെ തലച്ചോറിന് സ്ട്രെയിൻ ആണെന്ന് പറഞ്ഞ് സതി ബാബുന് വിലക്കിയിട്ടുണ്ട്. എനിക്കറിയാം, അന്ന് സതി അങ്ങനെ പറഞ്ഞില്ലേ? അതാണോ ബാബു കളിക്കാത്തത്? ബാബു ഒന്നും ചെയ്യാൻ കഴിയാതെ 24 മണിക്കൂറും ഒരിടത്ത് ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ വലിയ സ്ട്രെയിൻ അല്ല ചെസ് കളിക്കുന്നത്. കളിക്കൂ. ഞാനൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേണ്ട. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. കളിക്കൂ. ബാബു, എന്റെ കൂടെ ചെസ് കളിക്കാൻ ദിവസം 1 മണിക്കൂർ ചെലവഴിച്ചൂടെ? നാളെ മുതൽ ദിവസവും 1 മണിക്കൂർ ചെസ്. സന്തോഷമായില്ലേ? അഭിനിവേശം
അത് 3 മാസത്തിന് മുമ്പ് എടുത്തത്. ആഹാ, ഇത് കഴിഞ്ഞ മാസം എടുത്തത്. ഐ സി. ഇത് ഇന്നലെ എടുത്തത്. തലച്ചോറിൽ രക്തം കട്ടിയായി പോയി. ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും അത് സംശയിച്ചു. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം സിന്ധുവിനെ അമേരിക്കയിലെ മറ്റോ കൂട്ടിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഓപ്പറേറ്റ് ചെയ്താൽ ഉടൻ ജീവൻ പോകും. ചെയ്തില്ലെങ്കിൽ 3 മാസമോ 4 മാസമോ മാക്സിമം 6 months പേഷ്യന്റ് ജീവിച്ചിരിക്കും. ദാറ്റ്സ് ഓൾ. വേണ്ട ഡോക്ടർ, ഓപ്പറേറ്റ് ചെയ്യണ്ട. അവൾ 6 മാസമെങ്കിലും ജീവിച്ചിരിക്കട്ടെ. സതി. യെസ് ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ആരോടും പറയരുത്. മിസ്റ്റർ മേനോൻ ഇതറിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് താങ്ങാനുള്ള കഴിവില്ല. സിന്ധുവിനെ സന്തോഷിപ്പിക്കൂ. അവൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കൂ. അവളുടെ അവസാനം ഇങ്ങനെയാണെന്ന് കരുതി നമ്മൾ നമ്മുടെ കടമ ചെയ്യാതിരിക്കരുത്. സിന്ധുവിനെ നല്ലപോലെ നോക്കിക്കൊള്ളൂ. യെസ് ഡോക്ടർ. സതി, ഡോക്ടർ എന്ത് പറഞ്ഞു? എന്റെ അസുഖം ഭേദമാകുമോ? തീർച്ചയായും ഭേദമാകും. വിഷമിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. സത്യം പറയൂ സതി, എനിക്ക് ഇപ്പോഴും ശ്വാസമുട്ടലുണ്ട്. ഒരടി പോലും നടക്കാൻ വയ്യ. എത്ര നാളായി ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു. ഇനിയും എത്ര നാൾ ഞാനിങ്ങനെ കഴിയണം? കരയാതെ സിന്ധു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാമചന്ദ്രൻ എക്സ്റേ പരിശോധിച്ചിട്ട് പറഞ്ഞത് 2 മാസത്തിനകം സുഖമാകുമെന്നാണ്. സത്യമാണോ സതി? സത്യമാണ്. സിന്ധുവിന് വേണ്ടതെല്ലാം തരാൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? അതെ. മരുന്ന് കഴിച്ച് സിന്ധു ജീവിതം തന്നെ മടുത്തു. ചോദിക്കുന്നതൊക്കെ കൊടുക്കൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഐസിട്ട് എന്തെങ്കിലും കുടിക്കാൻ തരൂ? ഇപ്പൊ കൊണ്ടുതരാം. സതി, ബാബുവിന് വരാൻ പറയൂ. എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഇത്? അദ്ദേഹത്തോട് പറയണം. കുറച്ചു നേരം ചെസ്സും കളിക്കാം. ബാബുവിനെ പറഞ്ഞേക്കാം. സിന്ധുവിനെ കാണാൻ നല്ല ചന്തം, സുന്ദരി. അത് നീ പറഞ്ഞിട്ട് വേണോ? കണ്ണാടി നോക്കിയാൽ അറിഞ്ഞുകൂടെ? എന്റെ കൂടെ വരൂ. എങ്ങോട്ട്? വരൂ, പറയാം. നോക്കൂ. നല്ല ഭംഗി. സതി, വരൂ. എനിക്ക് നിൽക്കാൻ വയ്യ. സതി, എല്ലാ വർഷവും ഓണത്തിന് ഞാനാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. ഈ വർഷം ഇതെല്ലാം ആര് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ദുഃഖിച്ചു. നീ ആ കുറവ് നികത്തി. സതി, എന്നെ ആലമാരടുത്തി കൂട്ടിക്കൊണ്ടുപോകൂ.
ഈ സാരി എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. ഇത് നിനക്കാണ്. നീ തൊടുക്കൂ. എനിക്കോ? എനിക്കിതൊന്നും വേണ്ട. പറയുന്നത് കേൾക്കൂ. നീ തൊടുക്കൂ. കൊടുക്കൂ. ബ്യൂട്ടിഫുൾ. ഇരിക്കൂ. ഇതെല്ലാം നിനക്കാണ്. ഇത് നീ അണിയൂ. ഇതാ എന്റെ വക പ്രസന്റ്. താങ്ക്സ്.